അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാകുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ ബേസിക് സിലബസ് എന്തൊക്കെയാണ്, നിങ്ങൾ ഏത് ബുക്കാണ് പഠിക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതി എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ ക്ലാസ്സിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെയും ഏറെക്കുറെ മിക്കവരും തന്നെയും സിവിൽ സർവീസിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകളായിരിക്കും എന്നുള്ള രൂപത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക. അതല്ലാതെ ഒരു റേഡിയോ പോലെ ആക്കരുത്, ഞാൻ മാത്രം സംസാരിക്കുന്നത് നിങ്ങൾ മൊത്തം കേൾക്കുന്നു എന്നുള്ള രൂപത്തിൽ വേണ്ട. പകരം ഞാൻ പറയുന്നതിനോട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ഡൗട്ട് ആയിട്ട് ഒന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കുറെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കും പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു പോയാൽ മതി. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിടയ്ക്ക് സംസാരിച്ച് പോയാൽ മതി. അപ്പൊ ഇതൊരു ഓറിയന്റേഷൻ ക്ലാസ് പോലെയാണ് കാണുന്നത്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി പ്രിപ്പറേഷനിലോട്ട് കടന്നു വരുന്ന സമയത്ത് ഏൻഷ്യന്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ 2 ടോപ്പിക്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ആകത്തുക, ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് നോക്കാനുള്ളത് സിലബസ് ആണ്. അപ്പൊ നിങ്ങൾ ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ്ലി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം സിലബസ് നോക്കുക എന്നുള്ളതാണ്. അപ്പം സിലബസ് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളതാണ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ പ്രിലിംസിന്റെയും മെയിൻസിന്റെ ഒക്കെ സിലബസ് കണ്ടിട്ടുണ്ടോ? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാമോ? നിങ്ങൾ ഈ ക്രൗഡിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കുറെ കൂടി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിന്റെ സിലബസിനെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ടോ? പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഒന്ന് പറയാമോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്. ഐദമോൾ, ആദിത്യ, നിങ്ങൾ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. സിലബസ് നോക്കിയ ആളുകളുണ്ട്, നോക്കാത്ത ആളുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എത്ര പേപ്പേഴ്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവൂലേ? പ്രിലിംസിന് നമുക്ക് 2 പേപ്പറാണ്, മെയിൻസിന് നമുക്ക് 4 GS പേപ്പർ, ഒരു എസ്സേയുടെ പേപ്പർ, പിന്നെ ഓപ്ഷണലിന് വേണ്ടിയിട്ട് 2 പേപ്പർ. മൊത്തം 7 പേപ്പറാണ് മാർക്ക് കൗണ്ട് ചെയ്യപ്പെടുന്നതായിട്ട് വരുന്നത്. 7 പേപ്പർ 7 × 250 മാർക്ക്, അതാണ് മെയിൻസ് എന്ന് പറയുന്നത്. പ്രിലിംസിന് 2 പേപ്പർ, സിസാറ്റും ഉണ്ട്, പിന്നെ GS പേപ്പർ 1 ഉണ്ട്. സിസാറ്റ് ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. GS പേപ്പർ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിലിംസിന്റെ മാർക്ക്, നിങ്ങൾ പ്രിലിംസ് കയറോ ഇല്ലോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമുക്ക് പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, നമ്മൾ കോർ സബ്ജക്റ്റുകൾ എന്ന് പറയും. അപ്പൊ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, ഈ 4 ടോപ്പിക്കുമാണ് നമ്മൾ പൊതുവെ കോർ സബ്ജക്റ്റ് എന്ന് പറയാറുള്ളത്. അപ്പൊ നിങ്ങൾ സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷനോട് കടക്കുന്ന സമയത്ത് അറൌണ്ട് ഒരു 20% സമയം ഈ പറയുന്ന സബ്ജക്ട്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി മാറ്റി വെക്കണം. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഒരു 10 to 20% ഹിസ്റ്ററി വേണം, ഒരു 10 to 20% ജോഗ്രഫി വേണം, 10 to 20% എക്കണോമി വേണം, 10 to 20% പൊളിറ്റി വേണം. ഈ 4 സബ്ജക്റ്റ് നമുക്ക് ഏറ്റവും കോർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഈ എൻവയോൺമെന്റും ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പിന്നെ അതൊരു കോർ സബ്ജക്റ്റ് ആയിട്ട് പറയാതിരുന്നതിന്റെ കാര്യം അത് മെയിൻസിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രിലിംസിനും മെയിൻസിനും നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നത് ഈ 4 ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഈ 4 സബ്ജക്റ്റുകളാണ്. ഈ 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ കാര്യമായിട്ട് നോക്കേണ്ട സബ്ജക്ട് എന്ന് പറയുന്നത് ഇത് 4 ആണ്. ബാക്കിയുള്ള സബ്ജക്ട്സ് നോക്കണ്ടെന്നല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റിലവൻസ് ഉണ്ട്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ പ്രിലിംസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസിന് മൊത്തത്തിൽ ഒരു 7-8 ടോപ്പിക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് കുറെ കൂടി ഡീറ്റെയിൽഡ് ആണ്, കുറെ കൂടി വാസ്റ്റ് ആണ്. മെയിൻസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 എല്ലാ പേപ്പറിനും വളരെ കൃത്യമായിട്ടുള്ള വലിയ സിലബസ് നമുക്ക് കാണാൻ പറ്റും. പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ട്, വളരെ ബ്രോഡ് ആയിട്ടുള്ള 7-8 ടോപ്പിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പ്രിലിംസിന്റെ 8 ടോപ്പിക്സ്, അറൌണ്ട് ഒരു 8 ടോപ്പിക്സിൽ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടേക്കുന്ന സിലബസ് ഇതാണ്. ഇങ്ങനെയാണ് അവർ അതിനെ പറയുന്നത്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നാണ് അവർ പറയുന്നത്. മെയിൻസിലോട്ട് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 4 GS പേപ്പർ ഉണ്ട്. പ്രിലിംസ് ഒബ്ജക്റ്റീവ് പേപ്പർ ആണ്, മെയിൻസ് സബ്ജക്റ്റീവ് പേപ്പർ ആണ്. മെയിൻസ് നിങ്ങൾ എഴുതി പഠിപ്പിക്കണം, പ്രിലിംസ് എന്ന് പറയുന്നത് OMR മാർക്ക് ചെയ്താൽ മതി. മെയിൻസിന് മൊത്തത്തിൽ
എസ് എ പേപ്പർ ഉണ്ട്, പിന്നെ ജി എസിന്റെ 4 പേപ്പർ ഉണ്ട്, ഓപ്ഷണലിന്റെ 2 പേപ്പർ ഉണ്ട്. ഇപ്പൊ ജി എസിന്റെ 4 പേപ്പറിൽ ഒന്നാമത്തെ പേപ്പറിലാണ് ജി എസ് പേപ്പർ 1ന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഹിസ്റ്ററിയുടെ ടോപ്പിക് വരുന്നത്. ഈ ജി എസ് പേപ്പർ 1ൽ വരുന്ന ബാക്കി സബ്ജക്ട്സ് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? ജി എസ് പേപ്പർ 1ൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, അതല്ലാതെ വേറെ ഏതൊക്കെ സബ്ജക്ട് വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? ഇപ്പൊ പേപ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ അതിൽ പൊളിറ്റി, ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, അതാണ് പേപ്പർ 2. അപ്പൊ പേപ്പർ 2ൽ ഒന്നിൽ കൂടുതൽ സബ്ജക്ട് ഉണ്ട്. അതേപോലെ തന്നെ ജി എസ് പേപ്പർ 1ൽ ഹിസ്റ്ററി അല്ലാതെ വേറെ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു കുഴപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്, അറിയണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാ നമ്മുടെ ജി എസ് പേപ്പർ 1ൽ വരുന്നത്? ഐത പറയുന്നുണ്ട്, ജോഗ്രഫി എന്ന് പറയുന്നുണ്ട്, പിന്നെയോ വേറെ ഏതൊക്കെയാ? ആർട്ട് ആൻഡ് കൾച്ചർ. നമുക്ക് ഹിസ്റ്ററിയുടെ കൂട്ടത്തിൽ തന്നെ തൽക്കാലം ആർട്ട് ആൻഡ് കൾച്ചറിനെ ഉൾപ്പെടുത്താം. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ വരുന്നതാണ് പൊതുവെ ആർട്ട് ആൻഡ് കൾച്ചർ. ഇന്ത്യൻ സൊസൈറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററി ഉണ്ട് ജി എസ് പേപ്പർ 1ൽ, അതേപോലെ തന്നെ ജോഗ്രഫി ഉണ്ട്, അതേപോലെ തന്നെ സൊസൈറ്റി ഉണ്ട്. മേജർലി ഈ 3 ടോപ്പിക്കാണ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ സബ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഹിസ്റ്ററിയുടെ സിലബസ് മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. കാര്യം നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു സെഷൻ ആണല്ലോ. ജി എസ് പേപ്പർ 1ൽ മൊത്തം 250 മാർക്കിനാണ്. ഓരോ ജി എസ് പേപ്പേഴ്സിനും 250 മാർക്കാണ്. അപ്പം എസ് എക്ക് 250 മാർക്ക്, ജി എസ് പേപ്പർ 1, 2, 3, 4 എല്ലാത്തിനും 250 മാർക്ക്, ഓപ്ഷണൽ പേപ്പർ 1, പേപ്പർ 2 രണ്ടിനും 250 മാർക്ക് വീതം, അങ്ങനെയാണ്. ഇപ്പൊ ജി എസ് പേപ്പർ 1ന്റെ അറൗണ്ട് ഒരു 1/3 ആണ് നമുക്ക് ഹിസ്റ്ററി കാണാൻ പറ്റുന്നത്. അതായത് ജി എസ് പേപ്പർ 1ന് 250 മാർക്ക് ഉണ്ടെങ്കിൽ അറൗണ്ട് ഒരു 75 മാർക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് ചെറുതാണ്, മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് വലുതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പ്രിലിംസ് കുറച്ച് പഠിച്ചാൽ മതി, മെയിൻസ് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ ഈ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓവർലാപ്പ് ആണോ അതോ ഡിഫറൻസസ് ആണോ കൂടുതൽ എന്നുള്ളത്. പ്രിലിംസിന്റെ സിലബസ് വളരെ ബ്രോഡ് ആയിട്ട്, വളരെ വേഗ് ആയിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചരിത്രം, ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. വളരെ മൈന്യൂട്ട് ആയിട്ട്, വളരെ വേഗ് ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. മെയിൻസിന്റെ സിലബസിലോട്ട് വരുന്ന സമയത്ത് അവർ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മെയിൻസിൽ നിങ്ങൾ ഇന്ത്യൻ കൾച്ചർ പഠിക്കണം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, ഫ്രീഡം സ്ട്രഗിൾ പഠിക്കണം, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കണം, ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കണം. ഇനി ഇതിന്റെ ഉള്ളിൽ തന്നെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ അതൊക്കെ പറയുന്നുണ്ട്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേക്കും സിഗ്നിഫിക്കന്റ് ഇവന്റ് ഏതൊക്കെയാണ്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ്, മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഇനി ഫ്രീഡം സ്ട്രഗിളിലോട്ട് വരുന്ന സമയത്ത് ഫ്രീഡം സ്ട്രഗിളിന്റെ പല പല ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തേക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഏതൊക്കെ രൂപത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്പെസിഫിക്കലി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നൊന്ന് പറയാമോ? പ്രിലിംസിനും മെയിൻസിനും നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് സെയിം സാധനം തന്നെയാണോ പഠിക്കുന്നത്? അതൊന്ന് നോക്കിയിട്ട് പറയാമോ? പ്രിലിംസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. മെയിൻസിൽ ഇന്ത്യൻ കൾച്ചർ, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിള്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുമ്പോഴേക്കും ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും ഇന്ത്യയുടെ ചരിത്രമാണ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ സമയം എന്ന് പറയുന്നത് 7:30 7:30 എന്ന് പറയുന്നത് ഇപ്പൊ ഹിസ്റ്ററിയുടെ ഭാഗമാണ്, ചരിത്രത്തിന്റെ ഭാഗമായി മാറി. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും ഇന്ത്യയുടെ ചരിത്രമായി മാറാം. അപ്പൊ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പോലും പ്രിലിംസിന് ചോദിക്കാം എന്നുള്ളതാണ് സിലബസ് വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആക്ച്വലി അത്രയും ചോദിക്കാറില്ല. അപ്പം പൊതുവെ നമ്മൾ ചോദ്യം കണ്ടത് വെച്ചിട്ട് ഞാൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിലബസിൽ നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ വരെ നടന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കും ചോദ്യം ചോദിക്കാമെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ 1947 ശേഷം നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, പോസ്റ്റ്
1947. 1947 ശേഷം നടന്ന കാര്യങ്ങൾ, അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് കാര്യമായിട്ട് ചോദ്യങ്ങളില്ല. അപ്പം ഇത് കാര്യമായിട്ടില്ല, ഞാൻ പറയുന്നത് ചോദിക്കേ ഇല്ല എന്നല്ല, പക്ഷെ നമ്മൾ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് നടത്തുന്ന സമയത്ത് ചോദ്യങ്ങൾ കാര്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് മെയിൻസിലുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ ഇല്ല, പ്രിലിംസിന് പൊതുവേ ഇല്ല. നമ്മൾ ആരും തന്നെയും 1947 ശേഷം നടന്ന കാര്യങ്ങൾ പഠിക്കാറില്ല, അത് ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് മെയിൻസിനുണ്ട്, പക്ഷെ ഇതിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയും, രണ്ടും ഇന്ത്യയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് വേൾഡ് ഹിസ്റ്ററി ഇല്ല, വേൾഡ് ഹിസ്റ്ററിയും ഇല്ല, വേൾഡ് ഹിസ്റ്ററിയും ഇല്ല, പോസ്റ്റ് ഇൻഡിപെൻഡൻസും ഇല്ല. ഇത് രണ്ടും മെയിൻസിനുണ്ട്, ഇത് പ്രിലിംസിന് ഇല്ല. പക്ഷെ പ്രിലിംസിന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നിങ്ങനെ വേഗമായിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ മെയിൻസിന് വരുന്ന ചോദ്യങ്ങൾ ഒന്നും തന്നെയും, ഹിസ്റ്ററിയുടെ ചോദ്യം മെയിൻസിന് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അത്യാവശ്യം നല്ലോണം പ്രിപ്പയർ ചെയ്ത ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. പക്ഷെ പ്രിലിംസിന് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നേ ഇല്ല, വളരെ ഡിഫിക്കൽട്ട് ആണെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ സിലബസിലുണ്ട്. പ്രിലിംസും മെയിൻസും എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പ്രിലിംസിന് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഇല്ല, വേൾഡ് ഹിസ്റ്ററി ഇല്ല. മെയിൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പോർഷനും ഉണ്ട്. അതാണ് നമുക്ക് ബേസിക്കലി പറയാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ, വേറെ കാര്യമായിട്ട് വ്യത്യാസങ്ങളില്ല. ആക്ച്വലി സിലബസിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഇത് രണ്ടും ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ. ഇനി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഹിസ്റ്ററിക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പൊ പ്രിലിംസിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റി, എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ട്. മേജർലി ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏരിയാസിൽ ഒന്നാണ് ഹിസ്റ്ററി. ഇപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. കറണ്ട് അഫയേഴ്സ് ഇപ്പൊ നമുക്ക് ഉൾപ്പെടുത്തണ്ട, കാര്യം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും പൊളിറ്റിയിലും എക്കണോമിയിലും ഒക്കെ ഉള്ള പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന തനതായി നിൽക്കുന്ന, വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെ ഇല്ല. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ബാക്കിയുള്ള സബ്ജക്റ്റിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് പുതിയതായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ സ്റ്റാറ്റിക് പോർഷൻസ് പഠിക്കുന്ന സമയത്ത്, നമ്മൾ എൻവയോൺമെന്റും സയൻസ് ആൻഡ് ടെക് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ പുതിയ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് കറണ്ട് അഫയേഴ്സിൽ പഠിക്കും. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ പുതിയ കാര്യങ്ങളാണ്, അത് മാറ്റി നിർത്താം. നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള സബ്ജക്ട് നോക്കുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, ഇത്രയും കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഏത് സബ്ജക്റ്റിൽ നിന്നാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇപ്പൊ ഇതിൽ ഒരുവിധം എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ പോലും ഹിസ്റ്ററിയുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതായത് 15 to 20 ക്വസ്റ്റ്യൻസ് എന്തായാലും ഹിസ്റ്ററിയിൽ നിന്ന് വരും. അത് ചില സമയത്ത് 22, 24 ഒക്കെ വരെ പോകാറുണ്ട് കേട്ടോ. എന്തായാലും 15 to 20 എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാവും. ഇപ്പൊ 2023 ഇപ്പൊ കഴിഞ്ഞ പ്രിലിംസിന് 17 ക്വസ്റ്റ്യനാ ചോദിച്ചത്. അതിന് മുമ്പത്തെ വർഷവും 17 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. 2020 20 ചോദ്യം ചോദിച്ചു, 2018 22 ചോദ്യം ചോദിച്ചു, 2014 20 ചോദ്യം. അപ്പം ഈ 20 ചോദ്യം എന്നൊക്കെ പറയുമ്പോഴേക്കും 5-1 മനസ്സിലായില്ലേ? അപ്പൊ അത്രയും അധികം ചോദ്യങ്ങൾ പൊതുവെ ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിന്ന് വരാറില്ല. ഇപ്പം പൊളിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റി 22 ചോദ്യം ചോദിച്ച വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ 7 ചോദ്യവും 13, 14 ചോദ്യമൊക്കെ ചോദിച്ച വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഹിസ്റ്ററിയുടെ എല്ലാ വർഷവും 15 മുതൽ 20 ചോദ്യം വരെ ചോദിക്കും. ലാസ്റ്റ് ഇയർ നമ്മുടെ കട്ട് ഓഫ് എത്രയായിരുന്നു? ഇപ്പൊ പ്രിലിംസ് ഇപ്പൊ റിസൾട്ട് വന്നല്ലോ, അതോട് കൂടിയിട്ട് പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നു. അതായത് 200 മാർക്കിലാണ് പ്രിലിംസിന്റെ പേപ്പർ 1 ഉള്ളത്. അതിൽ കട്ട് ഓഫ് ആയിട്ട് വന്നേക്കുന്നത് അറൌണ്ട് 75 ആണ്. 75 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ആക്ച്വലി കയറും. ഇപ്പം 20 മാർക്ക് ഹിസ്റ്ററിന്ന് വന്നു കഴിഞ്ഞാൽ ആ 20 മാർക്ക് ശരിയായി കഴിഞ്ഞാൽ 40 മാർക്ക് കിട്ടും. നോക്കിയേ, കട്ട് ഓഫിനോട് വളരെ അടുത്തായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്നത് എൻവയോൺമെന്റും സയൻസ് ആൻഡ് ടെക്കും എക്കണോമിയും ജോഗ്രഫിയും പൊളിറ്റിയൊക്കെ ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പൊതുവേ നമ്മൾ നോക്കുന്ന സമയത്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എല്ലാ കൊല്ലവും ചോദ്യം ഉണ്ടാവും. അതിന്റെ ചോദ്യത്തിന്റെ എണ്ണം കുറയാറേ ഇല്ല. എല്ലാ കൊല്ലവും 15-ൽ കൂടുതൽ ചോദ്യം ഉണ്ടാവും.
അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്. ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പം ഹിസ്റ്ററി പഠിക്കാതെ പോവാ എന്ന് വിചാരിക്കുന്ന ഒരാൾ എന്തായാലും പ്രിലിംസ് പൊട്ടും. ഞാനത് ഇങ്ങനെ പച്ചനെ പറയുന്നതേ ഉള്ളൂ. എന്തായാലും പൊട്ടാനാണ് സാധ്യത. കാര്യം നമ്മൾ 20 ചോദ്യം വിടുന്നു, 40 മാർക്ക് നമ്മൾ വിട്ടുകളയുന്നു, പിന്നെ ആകെ 160 മാർക്കല്ലേ ഉള്ളൂ. അപ്പം വലിയൊരു റിസ്ക് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കിപ്പോ ഹിസ്റ്ററി ഇഷ്ടമല്ലെങ്കിലും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാനൊന്നും പറ്റില്ല. ഈ സബ്ജക്ട് പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും സർവീസിൽ കയറില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് ഫാക്ച്വലി പ്രൂവൺ ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ നോക്കിയതുപോലെ ഇത്രയും അധികം ചോദ്യങ്ങൾ വരുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് ഒരിക്കലും വിട്ടുകളയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പഠിക്കുക, വേറെ ഒന്നും അതിൻ്റെ ഉള്ളിൽ ചെയ്യാനില്ല. അതിലൊരു കുറുക്ക് വഴിയില്ല. എല്ലാ സബ്ജക്റ്റും പഠിക്കണം കേട്ടോ. കാര്യം ഇതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയാണ്. ഇത്ര മാർക്ക് വേണമെന്നല്ല, ബാക്കിയുള്ള എല്ലാ ആളുകളെക്കാളും നിങ്ങൾ മെച്ചപ്പെട്ട് നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഹിസ്റ്ററി പോലത്തെ കോർ ആയിട്ടുള്ള സബ്ജക്ട് പ്രിലിംസിനും മെയിൻസിനും നല്ലോണം മാർക്ക് വരുന്ന ഒരു സബ്ജക്റ്റിന് വിട്ട് കളയുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കേ വേണ്ട. അത്രയും വലിയൊരു മണ്ടത്തിന് നിങ്ങൾക്ക് വരാനില്ല എന്നുള്ളതാണ്. ഇനി മെയിൻസ് കഴിഞ്ഞ 2-3 കൊല്ലത്തൊരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലേ നമുക്കറിയാലോ, ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേക്കും ഏൻഷ്യന്റ് ഇന്ത്യ ഉണ്ട്, മെഡീവൽ ഇന്ത്യ ഉണ്ട്, മോഡേൺ ഇന്ത്യ ഉണ്ട്. ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 650 AD മുന്നേ ഉള്ളതാണ് ഏൻഷ്യന്റ് ഇന്ത്യ. 650 AD മുതൽ ഒരു 1707 വരെ ആണ് മെഡീവൽ ഇന്ത്യ. 1707 ശേഷമുള്ളതാണ് മോഡേൺ ഇന്ത്യ. അപ്പൊ ഞാൻ എന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് 2015-ലാണ്. ഞാൻ 16 മുതലാണ് എന്റെ അറ്റംപ്റ്റ് കൊടുക്കുന്നത്. 20 വരെ ഞാൻ അടുപ്പിച്ച് 5 അറ്റംപ്റ്റ് കൊടുത്തു. 20ക്ക് ശേഷം ഞാൻ ടീച്ചിങ് ഫീൽഡിലോട്ട് മാറിയത് കാരണം എനിക്ക് ഇതിൽ നിന്നൊരു ബ്രേക്ക് വന്നു. അതിന്റെ ഇടയിൽ ഞാൻ 5 മെയിൻസ് എഴുതി, 2 ഇന്റർവ്യൂവും കൊടുത്തു. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയം 2015 ഞാൻ കേട്ടൊരു കാര്യം, എന്റെ ടീച്ചേഴ്സും എന്റെ മെന്റേഴ്സും എന്നോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ ഏൻഷ്യന്റും മെഡീവലും അങ്ങോട്ട് വിട്ടേക്കുക, മോഡേൺ നല്ലോണം പഠിക്കുക. മോഡേണിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഏൻഷ്യന്റും മെഡീവലും കുറെ അധികം പഠിച്ചാലും മാർക്ക് കിട്ടാനില്ല എന്നുള്ള രൂപത്തിലാണ് എന്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞത്. അത് അന്നത്തെ സാഹചര്യത്തിൽ ശരിയാണ്. കാര്യം അന്ന് അങ്ങനെയാണ് ചോദ്യം വരുന്നത്. മോഡേൺ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് കിട്ടും, ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ സ്കിപ്പ് ആക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞൊരു 2-3 വർഷത്തിൽ വളരെ വലിയൊരു ചേഞ്ച്, ഒരു പാരഡിഗം ഷിഫ്റ്റ് തന്നെ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഏൻഷ്യന്റ് ആൻഡ് മെഡീവലിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഏൻഷ്യന്റിന്റെ ഇമ്പോർട്ടൻസ് നല്ലോണം കൂടി. അത് കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വിസിബിൾ ആണെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും നമുക്ക് എടുക്കാം. ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ നിന്ന് എത്രമാത്രം മാർക്കിനുള്ള ചോദ്യം വന്നു, മോഡേണിൽ നിന്ന് എത്രമാത്രം മാർക്കിനുള്ള ചോദ്യം വന്നു. 2023 പ്രിലിംസ്, ഇപ്പൊ കഴിഞ്ഞ പ്രിലിംസ് നോക്കിക്കഴിഞ്ഞാല് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ നിന്ന് മാത്രമായിട്ട് വന്നേക്കുന്ന നമ്പർ ഓഫ് മാർക്സ് എന്ന് പറയുന്നത് 14+6 20 മാർക്കാണ്. അതായത് അറൌണ്ട് 10 ക്വസ്റ്റ്യൻസ് ആണ് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ നിന്ന് വന്നേക്കുന്നത്. എന്നാൽ മോഡേണിൽ നിന്ന് വന്നേക്കുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ് മോഡേണിൽ നിന്ന് വന്നേക്കുന്നത്. ആക്ച്വലി 10 അല്ല, 11 വന്നിട്ടുണ്ട്. മോഡേണിൽ നിന്ന് 4 വന്നിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് ഞാൻ അത് എടുത്തേക്കുന്നതിൽ തെറ്റിപ്പോയേക്കുന്നതാ. എന്തായാലും മോഡേണേക്കാളും വളരെയധികം ചോദ്യം കൂടുതൽ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് വരുന്നുണ്ട്. ഇനി മെയിൻസിന്റെ കാര്യത്തിലോട്ട് വന്നാലും മോഡേണിൽ നിന്ന് 25 മാർക്കിന്റെ ചോദ്യം, ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ നിന്ന് 40 മാർക്കിന്റെ ചോദ്യം. അതേപോലെ തന്നെ അതിന് മുന്നത്തെ വർഷം നോക്കിക്കഴിഞ്ഞാലും ഇതേപോലത്തെ ഒരു ട്രെൻഡാണ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതായത് പ്രിലിംസിന് മോഡേണിന്റെ ചോദ്യങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ വന്നേക്കുന്നത് മെയിൻസിന്റെയും മോഡേണിന്റെ ചോദ്യം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ മോഡേൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഞാൻ ഇതുവരെയും കഴിഞ്ഞ 2-3 കൊല്ലത്തെ വെച്ച് മാത്രമാട്ടോ പറയുന്നത്, മോഡേണിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ UPSC എന്ന് പറയുന്നത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഈ ഫഹദ് ഫാസിലെ കഥാപാത്രം പോലെയാണ്, ഒരു ഷമ്മിയാണ്. ഷമ്മിയൊക്കെ ചെറിയ സൈക്കോ ആണ്, UPSC അതിനേക്കാളൊക്കെ വലിയൊരു സൈക്കോ ആണ്. നമ്മൾ തമാശക്ക് പറയാറുണ്ട്, ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നല്ല പറയേണ്ടത്, ഒരു അൺപ്രഡിക്റ്റബിൾ സൈക്കോ സർവീസ് കമ്മീഷൻ എന്നാണ് ഇതിനെ പറയേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിടയിൽ ഒരു ടോക്കാണ്. ഇത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ നേരെ റിവേഴ്സ് ചെയ്യാം. ഞാനിന്ന് 2015 ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, പഠനം തുടങ്ങുന്ന സമയത്ത് സംഭവിച്ചതുപോലെ വീണ്ടും തിരിച്ചൊരു പോക്കൊക്കെ സംഭവിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ആണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്.
അത് UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷയിൽ മാത്രമല്ല, UPSC നടത്തുന്ന വേറെ എല്ലാ പരീക്ഷകളും നോക്കിക്കഴിഞ്ഞാലും ഏൻഷ്യന്റ് ആൻഡ് മിഡീവലിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടുകയും മോഡേണിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കുറയുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പം അത് ഇന്നത്തെ റൂളിംഗ് പാർട്ടിയുടെ ഡൈനാമിക്സ് ആയിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാകാം. UPSC എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഘടകമാണല്ലോ. അപ്പം നമുക്ക് ആ ഒരു അർത്ഥത്തിലും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എന്തായാലും മോഡേണിന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. പണ്ടത്തതുപോലെ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ പഠിക്കാതെ അങ്ങ് പോയാൽ മതി, മോഡേൺ നല്ലോണം പഠിക്കുക, അതിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ കിട്ടും എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അത് നമുക്ക് വളരെ ഫാക്ച്വലി പ്രൂവൺ ആണ്. ഞാനിപ്പോ എന്ത് കാര്യം പറഞ്ഞാലും അതിന് ഡേറ്റ കാണിക്കുന്നത്, ഞാനത് വെറുതെ ആകാശത്ത് നിന്ന് എടുത്ത് പറയുന്നതല്ല, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ ഫാക്ട്സ് ഉണ്ട്, നമുക്ക് തെളിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. ഈ ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിൽ വരുന്നത് പോലെ കയറി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഫാക്ട് സഹിതം പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഇനിയിപ്പോ 2024 നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നുണ്ടാകാം മിക്കവാറും. അപ്പൊ ഈ 2024 നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മോഡേൺ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിലൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഇനി അതേപോലെ ഞാൻ കേൾക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനോട് നമുക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതിപ്പോ ഇവിടെ എത്ര കുട്ടികളുണ്ടോ നോക്കട്ടെ. 27 കുട്ടികളുണ്ട്. ഒരു 25 കുട്ടികളുണ്ട്. ഒന്ന് ഞാനും പിന്നെ കോർഡിനേറ്ററും ഉണ്ടാവും. ഈ ഒരു 25 കുട്ടികളുണ്ടെങ്കിൽ ഈ 25 കുട്ടികൾക്കും ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അടിവയറ്റ് ചെയ്യുന്ന ഒരു വേദനയാണ് കേട്ടോ. ഒരു പേടിയാണ്, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെയാണ്. കുറെ എന്തൊക്കെയോ കാണാതെ പഠിക്കേണ്ടി വരും, കുറെ വർഷങ്ങൾ ഓർത്തിരിക്കേണ്ടി വരും, കുറെ ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നു, അവരെന്തൊക്കെയോ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ കാണാതെ പഠിക്കണം. ഈ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ഇത് കുറെ ഫാക്റ്റുകളാണ്, വളരെ ബോറിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു തല്ലുമാലയാണ്. ഇങ്ങനെയൊക്കെ നമുക്കൊരു തോന്നൽ വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ പണ്ട് സ്കൂളിൽ ഈ ഹിസ്റ്ററി പഠിപ്പിച്ചേക്കുന്ന ടീച്ചർ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിപ്പിച്ചേക്കുന്ന ടീച്ചറിന്റെ കയ്യിലിരിപ്പാണ്. വലിയ കണ്ണടയൊക്കെ വെച്ച് വന്നിട്ട് വളരെ വൃത്തികേടായിട്ട് ഇത് പഠിപ്പിച്ചിട്ട് നമ്മുടെ മൊത്തത്തിൽ പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ടീച്ചറിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ ടീച്ചർ ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ഒക്കെ ഇരുന്നിട്ട് ഇത് ഭയങ്കര ബോറിംഗ് ആണല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതേപോലെ തന്നെ PSC, കേരള PSCക്ക് വലിയ ഒരു റോളുണ്ട് ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇത്രമാത്രം ആളുകൾക്കിടയിൽ ഒരു ഫോബിയ ഉണ്ടാക്കുന്നതിൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം കേരള PSC ചോദിച്ച ചോദ്യമാണ്. ഞാൻ കുറെ അധികം ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ കോപ്പി ചെയ്യാം, പക്ഷെ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു വൃത്തികെട്ട ചോദ്യം മാത്രം ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഈ ശ്രീനാരായണ ഗുരു ശ്രീലങ്കയിൽ പോയ സമയത്ത്, അപ്പൊ നമ്മൾ വിചാരിക്കും ശ്രീലങ്കയിൽ പോയ സമയത്ത് അദ്ദേഹം അവിടെ എന്തെങ്കിലും പുതിയ സ്ഥാപനം തുടങ്ങി കാണും, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വല്ല പേഴ്സണാലിറ്റീസിനെ കണ്ടു കാണും, അല്ലെങ്കിൽ ശ്രീലങ്കയിലോട്ട് പോയ വർഷം ഏതാണ്. അല്ല, അദ്ദേഹം ശ്രീലങ്കയിൽ പോയ സമയത്ത് അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം ഏതാണ് എന്ന് ചോദിച്ച ഒരു പരീക്ഷയാണ് കേരള PSC എന്ന് പറയുന്നത്. ഇനി ആരും ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഏതായിരുന്നു ആ വസ്ത്രം എന്ന് ചോദിക്കണ്ട. കേരള PSC പോലും ഇപ്പൊ അതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വിട്ടിട്ട് UPSCയുടെ സ്റ്റാൻഡേർഡ് പിടിച്ചു തുടങ്ങി. പക്ഷെ കേരള PSC കൊണ്ടുവന്നൊരു ട്രെൻഡ് ഉണ്ട്. അതായത് എല്ലാ ആളുകൾക്കിടയിലും, ഇപ്പൊ എല്ലാ മലയാളികളും ഒരു പ്രാവശ്യമെങ്കിലും കേരള PSC എഴുതി കാണും. അപ്പൊ എല്ലാ വീട്ടിലും ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ബോറിംഗ് ആണെന്നുള്ള രൂപത്തിലുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടാക്കാനായിട്ട് കേരള PSCക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. വളരെ ഫാക്ച്വലും ബോറിംഗും ആണെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. പക്ഷെ നമ്മൾ UPSCയിലോട്ട് വരുന്ന സമയത്ത് ഇതിങ്ങനെ കുറെ ഫാക്റ്റോ അല്ലെങ്കിൽ കുറെ കുഞ്ഞു 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 കാര്യങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ടതോ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാമേ. എസ്പെഷ്യലി നമ്മൾ മെയിൻസിന്റെ പരീക്ഷയിലോട്ട് വരുന്ന സമയത്ത്, മെയിൻസ് എഴുതേണ്ട ഒരു പരീക്ഷയാണ്. ഇപ്പൊ നമ്മൾ KSന്റെ മെയിൻസ് ഒക്കെ പോലെ തന്നെ UPSCയുടെ മെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാജുവേഷനിലൊക്കെ ചെയ്തതുപോലെ ചോദ്യം തരും, നമ്മളത് ആൻസർ ആയിട്ട് എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഈ മെയിൻസ് എന്ന് പറയുന്നത്. ഈ മെയിൻസിന്റെ പരീക്ഷ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു അനാലിസിസ് ആണ്. നമ്മൾ വിശകലനം ചെയ്യലാണ്, നമ്മൾ വിമർശാത്മകമായിട്ട് കാര്യങ്ങളെ പരിശോധിക്കലാണ്. അതല്ലാതെ എത്രമാത്രം കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല. ആ വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി എഴുതാൻ പറ്റണമെന്നുള്ളതാണ്. ഇപ്പോ 2014 മെയിൻസിന് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് UPSCനെ പറ്റിയിട്ട് വളരെയധികം ധാരണ തരുന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വാസ് 1417-61. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. 3 പാനിപ്പട്ട് യുദ്ധം ഉണ്ട്. ഒന്നാമത്തെ പാനിപ്പട്ട് യുദ്ധം 1526 ഉണ്ടാവുന്നു, ഇബ്രാഹിം ലോധി വേഴ്സസ് ബാബർ. രണ്ടാമത്തെ പാനിപ്പട്ട് യുദ്ധം 1556, ബൈറം ഖാൻ എന്ന് പറയുന്ന ഒരാള്, അക്ബറിന്റെ സൈന്യാധിപനാണ്, ബൈറം ഖാൻ വേഴ്സസ്
ഹെമു, അഫ്ഗാനികളെ നയിക്കുന്നത് ഹെമു എന്ന് പറയുന്ന ആളാണ്. അവർ തമ്മിലുള്ള യുദ്ധം. മൂന്നാമത്തെ പാനിപ്പട്ട് യുദ്ധം, മറാഠാസ് വേഴ്സസ് അഫ്ഗാൻസ്, 1761 നടന്ന യുദ്ധം. ഇപ്പൊ 3 യുദ്ധങ്ങൾ നമുക്കറിയാം. പാനിപ്പട്ട് യുദ്ധങ്ങൾ അറിയാം, ആ യുദ്ധത്തിൽ ആര് പങ്കെടുത്തു എന്നുള്ളത് നമുക്കറിയാം, ആ യുദ്ധത്തിൽ ആര് വിജയിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, PSC നമ്മൾ ക്ലാസ്സിൽ ചിലപ്പോൾ കേൾക്കാറുണ്ട്. പക്ഷെ UPSC നമുക്കറിയാവുന്ന ഫാക്ട് ആദ്യമേ പറഞ്ഞു. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത് 1761 ഫാക്ട് ആദ്യം അവരങ്ങോട്ട് പറഞ്ഞു തന്നു. മനസ്സിലായില്ലേ? നമുക്കറിയാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ പണ്ട് PSCയിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം ആദ്യം അവർ പറഞ്ഞു തന്നു. എന്നിട്ട് അവർ ചോദിച്ച ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് പാനിപ്പട്ടിൽ വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ വേറെ യുദ്ധങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് 1-ാം യുദ്ധം, 2-ാം യുദ്ധം, 3-ാം യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരേ സ്ഥലത്തിന് തന്നെ പേര് പൊതുവെ കേട്ടിട്ടില്ല അല്ലെ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ഇങ്ങനെ നമ്മൾ പൊതുവെ കേൾക്കാറില്ല. അപ്പം എന്തുകൊണ്ട് പാനിപ്പട്ടിൽ തന്നെ വീണ്ടും 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 യുദ്ധങ്ങൾ നടക്കുന്നു? അതായത് UPSC വിചാരിക്കുന്നത് ഏത് പാനിപ്പട്ട് യുദ്ധം വേണമെങ്കിലും നടന്നോട്ടെ, ഏത് വർഷം വേണമെങ്കിലും നടന്നോട്ടെ, ആരൊക്കെ വേണമെങ്കിലും ആ യുദ്ധത്തിൽ പങ്കെടുത്തോട്ടെ, ആര് വേണമെങ്കിലും ജയിച്ചോട്ടെ, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇവിടെ പ്രസക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ യുദ്ധം ഈ സെയിം സ്ഥലത്ത് തന്നെ എന്തുകൊണ്ട് നടന്നു. ഇതിപ്പോ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒന്നുമല്ലോ, വാങ്കഡെ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ഇത് നടക്കുന്നു, അല്ലെങ്കിൽ മറക്കാനയിൽ ഫുട്ബോൾ മാച്ച് നടക്കുന്നു. അതേപോലെ പാനിപ്പട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റേഡിയം ഒന്നുമല്ലല്ലോ അവിടെ ഒന്ന് യുദ്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഈ പാനിപ്പട്ടിൽ തന്നെ വീണ്ടും വീണ്ടും യുദ്ധം ഉണ്ടാകുന്നത്? അപ്പം ഇതേപോലത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഈ സിവിൽ സർവീസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്. അതല്ലാതെ കുറെ ഫാക്ട് ഉള്ള കാര്യങ്ങളുടെ ഒരു മാല ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കുറെ കോഡ് വെച്ചിട്ട് പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം ചോദ്യത്തിന്റെ രീതി നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എന്തുകൊണ്ടാണ് ഈ പാനിപ്പട്ടിൽ തന്നെ വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത്? ആക്ച്വലി ഇതിന്റെ ഉത്തരം ബുക്കിലൊന്നും ഇല്ല കേട്ടോ. ഏത് സ്റ്റാൻഡേർഡ് ബുക്ക് വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, ആ ബുക്കിലൊന്നും ഇതിന്റെ ഉത്തരം നമുക്ക് കാണാൻ പറ്റില്ല. വളരെ ലോജിക്കലി എഴുതേണ്ട ഒരു ഉത്തരമാണ്. ലോജിക്കലി എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചെഴുതേണ്ട ഒരു ഉത്തരമാണ്. അതല്ലാതെ ബുക്കിൽ ഇതൊക്കെ കൊണ്ടാണ് പാനിപ്പട്ടിൽ യുദ്ധം ഉണ്ടായത്, 1, 2, 3, 4 ഇങ്ങനെ 4 പോയിന്റ് ഉണ്ട്. ആ 4 പോയിന്റ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കാണാപ്പാടം പഠിക്കുന്നത് പോലെ കോഡൊക്കെ വെച്ച് പഠിക്കുന്നു, എക്സാമിന് വെച്ച് കാച്ചുന്നു. അങ്ങനെയുള്ള ചോദ്യം അല്ല ഇത്. ആ എക്സാം ഹാളിലാണ് മെയിൻസ് എഴുതിയേക്കുന്ന എല്ലാ ആളുകളും ഇതേപോലത്തെ ഒരു കാര്യം ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുക എക്സാം ഹാളിൽ ഇരുന്നാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് ഈ പാനിപ്പട്ടിൽ തന്നെ വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ അല്ല, നിങ്ങളായിട്ട് ചിന്തിച്ചെഴുതേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഒരു പ്യുവർലി ഒരു കോമൺ സെൻസിനെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് തെറ്റൂ എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അല്ലെ? അപ്പം ഒന്നും നോക്കണ്ട, ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു നോക്ക്. ആദിൽ മോനെ പറയടാ, ആദിത്യ, ആവേദ്, ഐദ, ആകാശ്, അഖിൽ, അമൃത, അനഘ, അപർണ, ആര്യ, അപർണ, വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണല്ലോ മൊത്തത്തില്. ഭദ്ര, ബോൺ വോയേജ്, നിന്റെ വോയേജ് ഒക്കെ നിർത്തേണ്ടി വരും, സിവിൽ സർവീസിന് അടിക്കാൻ പോവല്ലേ. പറ സർ, ഈസ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് ഔട്ട് ഓഫ് 250? അയ്യോ അല്ലല്ല, 250 മാർക്സിന് മൊത്തം ചോദ്യം ഉണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയ്തർ 10 മാർക്കിനാണ് അല്ലെങ്കിൽ 15 മാർക്കിനാണ്. ഇതൊരു 10 മാർക്കിന് വന്ന ചോദ്യമാണ്. 2 പേജിൽ ആൻസർ എഴുതേണ്ടതാണ്. ഇമ്പോർട്ടന്റ് പ്ലേസ് ഫോർ ട്രേഡ്, അത് ഈ ട്രേഡും യുദ്ധവുമായിട്ടുള്ള ബന്ധം എന്താ? പാനിപ്പട്ട് എന്ന് പറയുന്നത് ട്രേഡിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതും യുദ്ധവും തമ്മിലുള്ള ബന്ധം ഉണ്ടോ? യുദ്ധം എന്തിനാ അങ്ങനെ നടക്കുന്നത്? മാർക്കറ്റ് ഉള്ളത് കൊണ്ടോ? അതിനടുത്ത് മാർക്കറ്റ് ഉള്ളത് കൊണ്ട്? ശരിയാണ്, മാർക്കറ്റ് ഉള്ളത് കൊണ്ട് യുദ്ധത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റും. ആർക്കെങ്കിലും ഈ യുദ്ധം നടക്കാനുള്ള റീസൺ, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള റീസൺ പറയാമോ? പാനിപ്പട്ടിൽ തന്നെ വീണ്ടും 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 യുദ്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പ്രൈമറി റീസൺ ഉണ്ട്. കുറെ റീസൺസ് ഉണ്ട്, ബട്ട് ദർ ഇസ് എ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഹിസ്റ്റോറിക്കൽ റീസണോ? എടാ, ഒന്നാമത്തെ യുദ്ധം നടക്കണമല്ലോ, അതുകൊണ്ട് 2ഉം 3ഉം ഉണ്ടായി എന്ന് പറയാം. പക്ഷെ ഹിസ്റ്റോറിക്കൽ റീസൺ, ആദ്യത്തെ യുദ്ധം എന്തുകൊണ്ട് അവിടെ ഉണ്ടായി എന്ന് പറയുന്ന? അതായത് എല്ലാ വർഷവും അവിടെ വെച്ച് യുദ്ധം നടത്താന്ന് ആരും എന്ത് ചെയ്തിട്ടില്ല, ശപഥം എടുത്ത മനസ്സൊന്നുമല്ല ആരുടെ. ആദ്യമായിട്ട് യുദ്ധം ഉണ്ടായതും ഒരു റീസൺ, അതിനും ഒരു റീസൺ ഉണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് പറയും. എനിക്ക് നിങ്ങൾ ഈ പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ,
അങ്ങനെ ഉത്തരത്തിലോട്ട് എത്താൻ ശ്രമിക്കുന്നതും അത് കമന്റ് ബോക്സിൽ ഇടുന്നതും വളരെ നല്ലൊരു കാര്യമാണ്, സ്വാഗതാർഹമാണ്. അതങ്ങനെ ചെയ്യണം. ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു കറേജും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി പ്രൊവാക്റ്റീവ് ആകണം. അങ്ങനെ അടങ്ങി ഒതുങ്ങിയൊന്നും ഇരിക്കരുത്. കാര്യം നാളെ ഒരു കളക്ടർ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വേണം. തെറ്റിപ്പോയിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ പാനിപ്പട്ടിൽ തന്നെ വീണ്ടും വീണ്ടും യുദ്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയാമോ? അത് പറയുന്ന ആൾക്കൊരു ഡയറി മിൽക്ക് ഇവിടുന്ന് പാഴ്സലായിട്ട് ഞാൻ അയച്ചു തരാം. അഡ്രസ് അയച്ചിട്ടാൽ മതി കമന്റ് ബോക്സിൽ. ഉത്തരം ശരിയാക്കിയതിന് ശേഷം കേട്ടോ, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. 2 പേജിൽ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. 2 പേജിൽ ഉത്തരം എഴുതണമെന്ന് പറയുമ്പോഴേക്കും ഒരു 5 or 6 പോയിന്റെങ്കിലും മിനിമം വേണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈസി ടു മീറ്റ്, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ റീസൺസ്, അല്ലെങ്കിൽ റിസോഴ്സസ്, അല്ലെങ്കിൽ മാർക്കറ്റ് അടുത്തുണ്ട് എന്നുള്ളത്, ഇതെല്ലാം കാരണങ്ങളാണ്, അതിലൊരു സംശയവും ഇല്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. പടച്ചോനെ, ഡയറി മിൽക്ക് പാഴ്സലായിട്ട് അയക്കാന്ന് പറഞ്ഞത് പണിയായെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ഉത്തരം വന്നു തുടങ്ങിയത്. ആകാശ മോനെ, നീ ഗൂഗിളിൽ പോയി സെർച്ച് ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? നിയർ ടു കീ പ്ലേസ് ഡൽഹി. അത് ഈ നിയർ ടു കീ പ്ലേസ് ആകുന്നത് ഡൽഹിക്ക് അടുത്തായത് കൊണ്ടാണെന്നാ നീ പറയുന്നത്. അതിലൊരു സത്യമുണ്ട്. ഈ ഡൽഹിക്ക് അടുത്തായത് കൊണ്ട് എന്തുകൊണ്ട് യുദ്ധം ഉണ്ടാവുന്നു? ഇപ്പൊ ലാഹോർ അടുത്താണോ? ലാഹോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ബംഗാള് വളരെ നല്ലൊരു സ്ഥലമാണ്. സൂരറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ചിറ്റോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ദൗലത്താബാദ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ ഡൽഹി എന്ന് പറയുന്ന കീ പ്ലേസിന്റെ അടുത്ത് വെച്ച് തന്നെ ഈ യുദ്ധം നടത്താനുള്ള കാരണം എന്താ? നീ പറഞ്ഞതിൽ സത്യമുണ്ട് കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് സംഭവം ഉണ്ട് അതിന്റെ ഉള്ളിൽ. കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ അൺമ്യൂട്ട് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞോ. വെറുതെ അനാവശ്യമായിട്ട് ആളുകൾ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അൺമ്യൂട്ട് ചെയ്യുന്നതല്ലേ കുറച്ചും കൂടി നല്ലത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്ക്. ഇവൻ പറഞ്ഞ പോയിന്റ് എടുക്കാം. ഡൽഹി, ഇവിടെയാണ് ഡൽഹി ഉള്ളത്. ഡൽഹി എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സെന്റർ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ. ഡൽഹിയിലാണ് രാജാവും രാജാവിന്റെ കൊട്ടാരവും എല്ലാ സാധനങ്ങളും വരുന്നത് ഡൽഹിയിലാണ്. രാജാവ് താമസിക്കുന്ന സ്ഥലം, ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ്. ഇനി ഇന്ത്യയിലോട്ട് പുറത്തുനിന്നുള്ള അറ്റാക്കുകൾ ഉണ്ടാകാറുണ്ട്. പണ്ട് ആര്യന്മാർ ഇന്ത്യയിലോട്ട് വന്നത് മുതൽ ഏറ്റവും റിക്കറന്റ് ആയിട്ട് അറ്റാക്കുകൾ പുറത്തുനിന്ന് ഉണ്ടായേക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി എല്ലാ 100 വർഷം കൂടുന്തോറും അറ്റാക്കുകൾ ഇന്ത്യയിലോട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അറ്റാക്ക് എല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റാക്ക് ഉണ്ടാകുന്നത് സെയിം റൂട്ടിലാണ്. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇങ്ങനെ കവർ ചെയ്ത് നിർത്തുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. അതിന്റെ പേരാണ് ഹിമാലയാസ്. ഈ ഹിമാലയാസിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് ഹിമാലയാസിന്റെ ഭാഗമാണ്. 8,000 സംതിങ് മീറ്റർ ആണ്. അതായത് അറൗണ്ട് ഒരു 8 കിലോമീറ്റർ ഹൈറ്റ് ആണ് നേപ്പാളിന്റെ ഭാഗത്ത് മൗണ്ട് എവറസ്റ്റിനുള്ളത്. അപ്പം ഓൺ ആൻ ആവറേജ് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഹൈറ്റ് ഹിമാലയത്തിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു മതില് പോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വലിയ മലകളാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രണവ് മോഹൻലാലിനെ പോലെ മലയൊക്കെ കയറി വരാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ മലകൾക്കിടയിൽ മല ഇടുക്കുണ്ട്, മൗണ്ടൻ പാസ് എന്ന് പറയും. ഈ മൗണ്ടൻ പാസിലൂടെ കടന്നു വരലാണ് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ഈ അഫ്ഗാനിസ്ഥാനിലായിട്ട് ഹിമാലയൻ മൗണ്ടൻസിൽ ഖൈബർ എന്ന് പറയുന്ന ഒരു പാസ് ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് എപ്പോഴും അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഈ ഖൈബർ പാസിലൂടെയാ വരിക. എല്ലാവരും ഉന്നം വെക്കുന്നത് ഡൽഹിയാണ്. കാരണം ഡൽഹിയിലാണ് ഇന്ത്യയിലുള്ള രാജാവ് ഇരിക്കുന്നത്. ഇവര് വരുന്നത് ഒന്നെങ്കിൽ സ്വത്തടിച്ചുകൊണ്ട് പോകാനാണ്, അല്ലെങ്കിൽ ഡൽഹിയിലെ രാജാവിനെ തോൽപ്പിച്ചിട്ട് ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിലും ഡൽഹിയിലോട്ട് വരിക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവര് വരുന്ന സമയത്ത് ഡൽഹിക്ക് തൊട്ട് ഈ ഹിമാലയൻ മൗണ്ടൻ ക്രോസ് ചെയ്യുമ്പോഴാണ് ഡൽഹിയിലുള്ള രാജാവ് അറിയുന്നത് അവിടുന്ന് ഒരാൾ വരുന്നുണ്ടെന്നുള്ളത്. പുള്ളി യുദ്ധത്തിന് പ്രിപ്പയർ ആയി വരുമ്പോഴേക്കും ഈ പറയുന്ന ആൾ എവിടെ എത്തും? ഡൽഹിയുടെ തൊട്ട് മുന്നേ ഉള്ളൊരു സ്ഥലത്തും. ആ തൊട്ട് മുന്നേ ഉള്ള സ്ഥലമാണ് പാനിപ്പട്ട്. ഇപ്പൊ പാനിപ്പട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ വെച്ച് യുദ്ധം നടക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഖൈബർ പാസ് വഴി ക്രോസ് ചെയ്ത് വരുന്ന ഒരു ശത്രു സൈന്യം ഡൽഹിക്ക് തൊട്ട് മുന്നേ ഉള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പൊതുവെ ഡൽഹിയിലുള്ള രാജാവിനെ മീറ്റ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുക. അത് പാനിപ്പട്ടാണ്. അപ്പം ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, ആ റൂട്ട് റീസൺ ആണ്. പല കാരണങ്ങളും റീസൺ ആണ്. പക്ഷെ ഇതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പേജ് എടുക്കും.
അപ്പൊ ഇതേപോലെ തന്നെ വേറൊരു ചോദ്യം നമുക്ക് വന്നിട്ടുള്ളതാണ്. ഹൗ ഡിഫറെന്റ് ആൻഡ് ഡിഫിക്കൾട്ട് വുഡ് ഹാവ് ബീൻ ദി അച്ചീവ്മെന്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വിത്തൗട്ട് മഹാത്മാഗാന്ധി? ഈ മഹാത്മാഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അച്ചീവ് ചെയ്യുന്നത് എത്രമാത്രം ഡിഫറെന്റ് ആയിരുന്നേനെ, എത്രമാത്രം ഡിഫിക്കൽട്ട് ആയിരുന്നേനെ. ചർച്ച ചെയ്യുക, ഡിസ്കസ് ഹൗ ഡിഫറെന്റ് ആൻഡ് ഡിഫിക്കൽട്ട്, എത്രമാത്രം ഡിഫറെന്റ് ആയിരുന്നേനെ, വ്യത്യസ്തമായിരുന്നേനെ, ആൻഡ് ഡിഫിക്കൽട്ട്, പ്രയാസകരമായിരുന്നേനെ, വുഡ് ഹാവ് ബീൻ ദി അച്ചീവ്മെന്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കടമ്പ എത്രമാത്രം വ്യത്യസ്തവും പ്രയാസകരവുമായേനെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള ഒരു മനുഷ്യന് വന്നില്ലായിരുന്നെങ്കിൽ. ശരിക്കും ഹിസ്റ്ററിയിൽ ഈഫ് ഒന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് അങ്ങനെ ചോദിക്കാൻ പാടില്ല. വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ. പക്ഷെ എന്നാലും UPSC ആണല്ലോ, അവർക്ക് വായി തോന്നിയത് അവർ ചോദിക്കും. അപ്പൊ അവർ ചോദിച്ചതാണ് ഗാന്ധി വന്നില്ലായിരുന്നെങ്കിൽ ഹൗ ഡിഫറെന്റ് ആൻഡ് ഡിഫിക്കൾട്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം. അപ്പൊ ചിലപ്പം ഞാനിത് ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാറുണ്ട്. അപ്പൊ ചില ആളുകൾ നോ, കിട്ടില്ല എന്നൊക്കെ എഴുതി വെക്കും. അങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ. അങ്ങനെ എഴുതാൻ പാടില്ല. കിട്ടില്ല എന്ന് എഴുതാൻ പാടില്ല. എളുപ്പത്തിൽ കിട്ടും ഒന്നും എഴുതാൻ പാടില്ല. അങ്ങനെ അതല്ല ഈ ചോദ്യത്തിന്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പൊ മലയാളികളാണെങ്കിൽ സിനിമകൾ കാണുകയാണല്ലോ, മൊത്തം സിനിമകൾ കാണുന്ന ഒരു സമയമാണ്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ 5 സിനിമയൊക്കെയാണ് ഒരുമിച്ച് കിട്ടാവുന്നത്. അപ്പം ഈ സ്ക്രിപ്റ്റ് എഴുതാനും കഥ മെനഞ്ഞെടുക്കാനും ഉള്ള ഒരു കഴിവ് നമുക്കുണ്ട്. ആ കഴിവ് ഈ പേപ്പറിലോട്ട് കൊണ്ടുവരണ്ട. അതായത് ഗാന്ധി വരുന്നില്ല, പകരം സുഭാഷ് ചന്ദ്രബോസ് വരുന്നു, വെടിവെക്കുന്നു, അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ നിൽക്കണ്ട. ശരിക്കും ഇൻഡയറക്ട്ലി അവർ ചോദിച്ചേക്കുന്നത് ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് തന്നേക്കുന്ന യുണീക്ക് ആയിട്ടുള്ള കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന, അദ്ദേഹം കൊണ്ട് മാത്രം സാധിച്ച കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് ആക്ച്വലി അവർ ഇൻഡയറക്ട്ലി ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് സ്ക്രിപ്റ്റ് എഴുതാൻ പോകണ്ട, അതല്ല ഈ ചോദ്യത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ നിങ്ങൾ മെയിൻസ് പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും അനലിറ്റിക്കലാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശ്രീനാരായണ ഗുരു ശ്രീലങ്കയിൽ പോയപ്പോ ധരിച്ച ഡ്രസ്സിന്റെ കളറും, ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയ സമയത്ത് ഉപ്പുണ്ടാക്കിയപ്പം അതിൽ നിന്ന് കിട്ടിയ കീടാണുവിന്റെ പേരും ഒക്കെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയല്ല ഒരു ചോദ്യത്തിന്റെ നേച്ചർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി മെയിൻസ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബൌട്ട് അനാലിസിസിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു പരീക്ഷയെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിയർ ദേ ആർ ഇൻഡയറക്ട്ലി ഓൾസോ ആസ്കിങ് ദി ഇമ്പോർട്ടന്റ് റീഫോംസ് ഓഫ് മഹാത്മാഗാന്ധി. അതെ, ഇൻഡയറക്ട്ലി അല്ല, ഏറെക്കുറെ ഡയറക്ട്ലി തന്നെയാണ്. ചോദ്യത്തിന്റെ ഒരു രീതി മാറ്റി തന്നുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ രൂപത്തിലാണ് നമുക്ക് ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും UPSC ചോദിക്കാറില്ല എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ മോസ്റ്റ്ലി ഫാക്ച്വൽ ആണ്. പ്രിലിംസിന്റെ ചോദ്യങ്ങൾ കുറെയൊക്കെ കാണാതെ പഠിച്ച്, ഞാൻ കംപ്ലീറ്റ്ലി കാണാതെ പഠിക്കണമെന്നല്ല, എന്നിരുന്നാൽ പോലും ഒരു ഓർമ്മ വേണ്ട, മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രിലിംസിൽ വരാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2020 ചോദിച്ചൊരു ചോദ്യമാണ്. ഞാനിത് വേഗം ഈ ചോദ്യം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുതരം എല്ലാ ചോദ്യവും ഈ ഒരു നേച്ചറിലുള്ള ചോദ്യങ്ങളാണ്. അവർ 3 സ്ഥലങ്ങളുടെ പേര് തന്നു. ആ 3 സ്ഥലങ്ങൾ എന്തിനാണ് വെൽ നോൺ ഫോർ ആയിട്ടുള്ളത്, എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പൊ ബുർസാഹോം എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് ടെറാക്കോട്ട ഷ്രൈൻസിന് വേണ്ടിയിട്ട് ഫേമസ് ആണോ? ചന്ദ്രകേതുഗഡ് അല്ല, അത് ബുർസാഹോം അത് റോക്കറ്റ് ഷ്രൈൻസിന് വേണ്ടിയിട്ട് ഫേമസ് ആണോ? ചന്ദ്രകേതുഗഡ് അത് ടെറാക്കോട്ട ആർട്ട് സെന്റർ, ഒരു കളിമണ്ണ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ എന്നുള്ള രൂപത്തിൽ പ്രസിദ്ധമാണോ? ഗണേശ്വർ കോപ്പറിന്റെ കുറെ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന്റെ പേരിൽ പ്രസിദ്ധമാണോ? ഇങ്ങനെയുള്ളൊരു ചോദ്യം. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബുർസാഹോമിൽ ഇതുണ്ടോ, ഇതില്ലേ? ചന്ദ്രകേതുഗഡിൽ ഇതുണ്ടോ, ഇതില്ലേ? ഗണേശ്വറിൽ ഇതുണ്ടോ, ഇതില്ലേ? ഇത് മെമ്മറൈസ് ചെയ്യണം, ഓർത്തിരിക്കണം. ഇവിടെ കുറച്ച് കാണാപ്പാടം പഠിക്കണം, ബൈഹാർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. എസ്പെഷ്യലി പ്രിലിംസിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ വളരെ ഫാക്ച്വൽ ആണ്. ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ആണോ അല്ലയോ എന്നുള്ളത് ഓർത്തിരിക്കേണ്ട രീതിയിലുള്ള ഒരു ചോദ്യം പോലെയാണ് നമുക്ക് പ്രിലിംസിനെ കാണാൻ പറ്റുന്നത്. പ്രിലിംസിന് ഈ ഫാക്ച്വൽ ചോദ്യങ്ങൾ ചോദിക്കലേ UPSCക്ക് നിവർത്തിയുള്ളൂ. എസ്പെഷ്യലി UPSC ഫാക്ച്വൽ ആയിട്ട് കൂടുതൽ മാറിയത് 2017 കൂടിയിട്ടാണ്. 2017 മുന്നേയുള്ള UPSCയുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടേക്കുന്ന പ്രിലിംസിന്റെ ചോദ്യങ്ങളും 2017 ശേഷമുള്ള UPSCയുടെ പ്രിലിംസിന്റെ ഹിസ്റ്ററി ചോദ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. വലിയൊരു മാറ്റം നടന്നൊരു വർഷമായിട്ടാണ് നമുക്ക് 2017 കാണാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഹിസ്റ്ററിയുടെ ചോദ്യത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നേ,
ആ ചോദ്യത്തിന് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ 3 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. 1ഉം 2 സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: Rigvedic Aryans had domesticated the horse, whereas there is no evidence of Indus Valley people having been aware of this animal. ഇന്ത്യയിൽ പുരാതനമായിട്ടുള്ള 2 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഹാരപ്പൻസ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ആര്യന്മാരെന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഈ 2 ആളുകളും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്, വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. 2 സംസ്കാരത്തിന്റെ 2 ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന 2 തരം ആളുകളാണ്. അപ്പം ഈ 2 ആളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആര്യന്മാരെന്ന് പറയുന്നത് അവര് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു മൃഗത്തിനെ വളർത്തുമായിരുന്നു. ഇനി ഇൻഡസ് വാലി പീപ്പിൾ, അതായത് ഹാരപ്പൻസ് എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ആനിമലിനെ പറ്റിയിട്ട് ഒരു എവിഡൻസും കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ആനിമലിനെ അറിയാമായിരുന്നു എന്നുള്ളതിന് ഒരു എവിഡൻസും ഇല്ല. ഈ ചോദ്യം വരാനുള്ള കാരണം എന്ന് പറയുന്നത് 2017 മോഹൻജോദാരോ എന്ന് പറയുന്ന ഋത്തിക് റോഷന്റെ ഒരു സിനിമ ഇറങ്ങുന്നത്. ഈ ഋത്തിക് റോഷന്റെ മോഹൻജോദാരോ എന്ന് പറയുന്ന സിനിമ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടും ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഋത്തിക് റോഷൻ കുതിരേനെ ഓടിച്ചു പോകുന്നുണ്ട്. നമുക്ക് ഇന്ത്യക്കാർ ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ഇറക്കുന്ന രീതി അറിയാമല്ലോ. അക്ഷയ് കുമാറിന്റെ സിനിമ കണ്ടാൽ മതി, ഹിസ്റ്ററി ഒരു സൈഡിലൂടെയും അക്ഷയ് കുമാർ വേറൊരു സൈഡിലൂടെ ആയിരിക്കും എപ്പോഴും പോകുന്നുണ്ടാവുക. ഈ മോഹൻജോദാരോ പോലത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് അതിൽ കുറെ ഹിസ്റ്റോറിക്കൽ ഇനക്വറസീസ് ഉണ്ടായിരുന്നു. ചരിത്രപരമായിട്ടുള്ള കുറെ വസ്തുതകൾക്ക് എതിരായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ട്രെയിലറിൽ ഋത്തിക് റോഷൻ കുതിരപ്പുറത്തൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷെ ഹാരപ്പൻസ് കുതിര എന്ന് പറയുന്ന ഒരു ആനിമലിനെ പറ്റിയിട്ട് ഹാരപ്പൻസിന് അറിയാമോ അറിയാൻ പാടില്ല എന്നുള്ളത് പോലും ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തർക്കമാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് ആണ്. നമുക്ക് പൂർണ്ണമായിട്ടും അവർക്ക് കുതിരേനെ അറിയാമായിരുന്നോ അറിയില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ധാരണയില്ല. പക്ഷെ UPSC ചോദ്യം ചോദിച്ചു, ഹാരപ്പൻസ് എന്ന് പറയുന്ന ആളുകൾക്ക് കുതിര എന്ന് പറയുന്ന ആനിമൽ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് വളരെ അറിയാവുന്ന ഒരു ആനിമൽ, അവർക്ക് എവിഡൻസ് ഇല്ല, അവർക്ക് ആ ഒരു ആനിമൽ അറിയാനേ പാടില്ല. അപ്പൊ ഹിസ്റ്ററിയിൽ ചില സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഒരു കാര്യം ഇതാണോ ഇതല്ലേന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാര്യം പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ ഹാരപ്പൻസ് എന്ന് പറയുന്ന ആളുകൾ ഇന്ത്യയിൽ ജീവിച്ചത് ഒരു 4500 വർഷങ്ങൾക്ക് മുന്നെയാണ്. അറൌണ്ട് ഒരു 400 years എഗോ ആണ്. ഈ 4000-ഓളം വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവരെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസിന് പരിമിതികളുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഇങ്ങനെ അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. മലബാർ കലാപത്തിനെ പറ്റിയിട്ട് എന്തോരം അഭിപ്രായങ്ങളാണ് നിങ്ങൾക്കിടയിലുള്ളത്. ഇപ്പം ആംബിഗ്വിറ്റീസ് ഉണ്ടാകാം, സബ്ജക്റ്റീവ് ആകാം, തർക്കങ്ങൾ ഉണ്ടാകാം. അപ്പം ഇതേപോലത്തെ കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ ചോദിക്കുന്നത് കൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെയധികം ഒരു തർക്ക വിഷയമായി വന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഞാൻ 2017 പ്രിലിംസിൽ നമുക്ക് പ്രിലിംസ് കഴിയുമ്പോഴേക്കും അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ആൻസർ കീ ഒക്കെ ഓരോ അക്കാഡമീസ് ഇറക്കും. അതുവഴി ഏറെക്കുറെ നമുക്ക് എത്ര മാർക്ക് ഉണ്ടാകും എന്നൊക്കെ നമുക്കൊരു ധാരണ കിട്ടും. അപ്പം എനിക്കും എത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നാകാനും ഔട്ടാകാനും ഒരേപോലെ ഒരു രീതിയിലാണ് അത് കടന്നിരുന്നത്. അപ്പൊ ഈ ചോദ്യം ശരിയാണോ ശരിയല്ലേ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് വളരെ ക്രൂഷ്യലാണ്. ഈ ചോദ്യം എന്റെ ശരിയാകുകയാണെങ്കിൽ ഞാൻ ഇന്നാകും, ശരിയല്ലെങ്കിൽ ഞാൻ പ്രിലിംസിൽ നിന്ന് പുറത്താവും എന്നുള്ളൊരു രീതിയിലാണ് എന്റെ അന്ന് കടന്നിരുന്നത്. അപ്പൊ ഞാൻ സ്വപ്നം പോലും കാണുന്നത് ഹാരപ്പൻസിൽ കുതിരയുണ്ടോ കുതിരയില്ല എന്നുള്ളതൊക്കെയായിരുന്നു. ഇത് സുപ്രീം കോടതിയിൽ പോലും കേസായിട്ടൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായതിനു ശേഷം UPSC എന്ത് ചെയ്തു, കുറെ കൂടി ബുദ്ധിപൂർവ്വമാണ് ചോദ്യം സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അവരെന്താണ്, ഫാക്റ്റേ ചോദിക്കാറുള്ളൂ. ഇന്ന ഒരു കാര്യം നടന്നോ നടന്നില്ലേ, നടന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ആണെന്നും അല്ലാന്നും ഈ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന പോലത്തെ ഒരു പരിപാടി ഇല്ലേ, ആകാം ആകാതിരിക്കാം, അങ്ങനെയുള്ള ഒരു ചോദ്യം ഇപ്പൊ വരാറേയില്ല. അതുകൊണ്ട് ചോദ്യം കുറെ കൂടി ബൈഹാർട്ട് ചെയ്യേണ്ട ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മാറി. ശരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ അതുകൊണ്ട് ഡിഫിക്കൽട്ട് ആയി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എല്ലാ ചോദ്യങ്ങളും ഫാക്ച്വൽ ചോദ്യങ്ങളാണെങ്കിലും കുറെ ചോദ്യമൊക്കെ നമുക്ക് വളരെ ലോജിക്കലി ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം ഈ ഒരു ചോദ്യം എടുക്കാം. ചില ചോദ്യങ്ങൾ കറന്റ് അഫയേഴ്സ് ബേസ്ഡും ആയിരിക്കും. ഇന്ത്യയിലുള്ള ഒരു ടെമ്പിൾ ആണ് ചൗസാദ് യോഗിനി ടെമ്പിൾ. ഈ ചൗസാദ് യോഗിനി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിള് ഭയങ്കര വലിയൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിൾ ഒന്നുമല്ല. ഇപ്പം NCERT ബുക്കിൽ ഈ ടെമ്പിളിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. NCERT ബുക്കിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ ടെമ്പിളിലെ ദേവി എന്ന് പറയുന്നത് ഒരു യോഗിണിയാണ്, അല്ലെങ്കിൽ ഒരു യക്ഷിനെ പോലുള്ള ഒരു സംഭവമാണ് ഈ അമ്പലത്തിലെ മെയിൻ ആയിട്ടുള്ള പ്രതിഷ്ഠ. അപ്പം അത് NCERT ബുക്കിൽ പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് NCERT ബുക്കിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പം ഇറ്റ് വാസ് മെൻ ടു പ്രൊമോട്ട് ദി വൈഷ്ണവ കൾട്ട് ഇൻ ദി റീജിയൻ. ആ റീജിയനിൽ വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് NCERT ബുക്ക് വഴി തെറ്റായി മാറും. പക്ഷെ അതൊക്കെ നമ്മളെല്ലാം ഓർത്തിരിക്കണമെന്നില്ല. മാത്രമല്ല ചൗസാദ് യോഗിനി ടെമ്പിൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിൾ അല്ല. നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് ലോജിക്കലി ബുദ്ധിപൂർവം ഇങ്ങനെ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഈ 4 എല്ലാവരും ഉത്തരം പറയണേ. നമുക്ക് ക്ലാസ്സിൽ 25ഓളം ആളുകളുണ്ട്. നിങ്ങൾ എല്ലാവരും ഉത്തരം പറയണം. ഒരു ടെമ്പിള്, ചൗസാദ് യോഗിനി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിള്, ഈ ടെമ്പിള് ആയിട്ട് ബന്ധപ്പെട്ടേക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾക്ക് ഇതൊന്നും ഈ 4 സ്റ്റേറ്റ്മെന്റും അറിയില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ടെമ്പിളിന്റെ പേര് അറിയില്ല, അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പക്ഷെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചിട്ട് ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റാകാനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? മൂന്നാമത്തത് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞല്ലോ, NCERT ബുക്കിൽ പറയുന്നുണ്ട് യക്ഷിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അപ്പൊ വൈഷ്ണവ കൾട്ട് അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് ഫാക്ച്വലി നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതല്ലാതെ കോമൺ സെൻസ് വെച്ചിട്ട്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട, അത് തെറ്റാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് വിട്ടേക്കുക. ബാക്കിയുള്ളത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാകാനാണ് സാധ്യത. അതിപ്പം ഹിസ്റ്ററി അറിയണമെന്നില്ല, അതാ ഞാൻ പറയുന്നത്. പ്രിലിംസിന്റെ പോലും കുറെ ചോദ്യങ്ങൾ ഹിസ്റ്ററി അറിഞ്ഞിട്ട് ഉത്തരം കിട്ടണ്ട. ഒരു ബുദ്ധി ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ആ ഒരു സ്കിൽ സെറ്റ് ഉണ്ടായാൽ മതി. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടോ? നല്ലോണം ഒന്ന് ഇരുത്തി വായിക്കുക. എന്നിട്ട് ഇങ്ങനെ നമുക്കൊരു തോന്നൽ വരില്ലേ, ഇങ്ങനെ ആകാനുള്ള ഒരു സാധ്യത ഇല്ല, ഇങ്ങനെ വരില്ലായിരിക്കും, ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെയല്ലല്ലോ. എലിമിനേറ്റ് ബി ആൻഡ് ഡി. ബി ആൻഡ് ഡിയോ? നിങ്ങളെ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം ഇനി ചിന്തിക്കണ്ട. ഞാൻ പറയുന്നത് ചേട്ടാ കഷ്ടമായല്ലോ, അത് ആദ്യം പറയണ്ടായിരുന്നു, പറഞ്ഞു പെട്ടു എന്നുള്ള രീതിയിലായിപ്പോയി. അതായത് ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. അതില് 1, 2, 3, 4 സ്റ്റേറ്റ്മെന്റ്. അതില് ഒന്നാമത്തത് ശരിയാകാനാണ് സാധ്യത, തെറ്റാകാനാണ് സാധ്യത. 2 ശരിയാകാനാണ് സാധ്യത, തെറ്റാകാനാണ് സാധ്യത. 3 ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് തെറ്റാണെന്നുള്ളത്. 4 ശരിയാകാനാണ് സാധ്യത, തെറ്റാകാനാണ് സാധ്യത. ഇതില് ഈ 3 ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിലൊന്ന് തെറ്റാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നത് ഒന്ന് പറഞ്ഞേ. ഇത് തെറ്റാകാൻ നല്ല സാധ്യത ഉണ്ട്. അമൃത പറയുന്നു 4, ലാമ്യ പറയുന്നു 2, അനഘ പറയുന്നു 2, ആകാശ് പറയുന്നു 1. റീസണും കൂടി പറയൂട്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്നുള്ളത്. എന്തുകൊണ്ടാണെന്നുള്ളതും കൂടി ഒന്ന് പറയണേ. നിങ്ങൾക്ക് ആ തോന്നുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കൃഷ്ണപ്രിയ പറയുന്നു 2, പൊള്ളി സർക്കുലർ. ഭദ്ര പൊള്ളി സർക്കുലർ. അതായത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഇന്ത്യയിൽ എത്ര അമ്പലങ്ങൾ ഉണ്ടാവും? ലക്ഷക്കണക്കിന് അമ്പലങ്ങൾ ഉണ്ടാവും, അല്ലെ? കോടിക്കണക്കിന് അമ്പലങ്ങൾ ഉണ്ടാകാൻ ചിലപ്പം. ഓരോ വീടുകളിലും ഈ കാവിലൊക്കെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ ഉണ്ടാവും. അപ്പൊ UPSC പറയാണ് ഇന്ത്യയിലുള്ള ഒരേ ഒരു സർക്കുലർ ടെമ്പിൾ എന്ന് പറയുന്നത് ചൗസന്ത് യോഗിനി ടെമ്പിൾ ആണെന്നാണ് UPSC പറയുന്നത്. അവര് ചോദ്യം ഇട്ടിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം എന്റെ വീടിന്റെ അപ്പുറത്തുള്ള കാവില് ഒരു സർക്കുലർ ടെമ്പിൾ പണിതാലോ. ഇന്ത്യ പോലൊരു കൺട്രിയിൽ എത്ര അമ്പലങ്ങൾ ഏത് രൂപത്തിലും ഭാവത്തിലും ഉണ്ടെന്നുള്ളത് പോലും UPSCക്ക് എന്നല്ല, ലോകത്തിലുള്ള ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ല. ഈ അമ്പലത്തിലിരിക്കുന്ന ദേവിക്ക് പോലും ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. അത്രമാത്രം ഡൈവേഴ്സിറ്റി, വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനൊരു കുഞ്ഞമ്പലം ഉണ്ടാക്കി, സർക്കുലർ ടെമ്പിൾ. പിറ്റേ ദിവസം ഈ പരീക്ഷ പോയി എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അമ്പലം ഉണ്ടാക്കി, സർക്കുലർ ടെമ്പിൾ. എന്നിട്ട് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ചു, രണ്ടാമത്തേന്. ഒള്ളി സർക്കുലർ ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, എന്റെ വീടിന്റെ അപ്പുറത്ത് ഒരു സർക്കുലർ ടെമ്പിൾ ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞുകൂടെ? അപ്പം ഇന്ത്യയില് ഒരേ ഒരു സർക്കുലർ ടെമ്പിളേ ഉള്ളൂ എന്നുള്ളത് പറയാനായിട്ട് ഇവന്മാർക്ക് എത്രമാത്രം ധൈര്യം ഇருக்கு. അതുണ്ടാകാൻ പാടില്ല, അങ്ങനെ പറയാനേ പാടില്ല, മനസ്സിലായോ? ഇപ്പൊ ഈ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ലക്ഷക്കണക്കിന് അമ്പലമുള്ള ഒരു രാജ്യത്ത്, അത് ഏതൊക്കെ അമ്പലമാണെന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യത്തില് ഇത് മാത്രമാണ് ഒരേ ഒരു സർക്കുലർ ടെമ്പിൾ എന്ന് പറയാനായിട്ട് UPSCക്ക് എന്നല്ല ആർക്കും പറ്റില്ല. വേറെ അമ്പലങ്ങൾ ഉണ്ടാവും, ഈ ഒരു അമ്പലം മാത്രം എന്തിനാ വട്ടത്തിൽ പണിയുന്നേ? വേറെ എന്തോ അമ്പലങ്ങൾ അങ്ങനെ പണിതിട്ടുണ്ടാവും, ഇല്ലേ? അപ്പം രണ്ടാമത്തെ ശരിയാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഈ രണ്ടാമത്തത് മാത്രം എലിമിനേറ്റ് ചെയ്താൽ മതി, C 1 and 4 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. അപ്പം
വളരെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാം. അപ്പൊ ഞാൻ പറയുന്നത് പ്രിലിംസ് പൊതുവെ ഫാക്ച്വൽ ആണ് എന്ന് പറയുമ്പോൾ പോലും നമുക്കൊരു കോമൺ സെൻസ് വർക്ക് ആകണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഹിസ്റ്ററി അല്ല, എല്ലാ സബ്ജക്റ്റിനും അത് ബാധകമാണ് കേട്ടോ. അപ്പം ഇതാണ് പ്രിലിംസിന് കുറച്ച് ഫാക്ച്വൽ ആണ്, മെയിൻസിന് കുറച്ച് അനലിറ്റിക്കൽ ആണ്. ആ രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബുക്ക് ലിസ്റ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏൻഷ്യന്റിന്റെയും മിഡീവലിന്റെയും സെപ്പറേറ്റ്ലി ബുക്ക് ലിസ്റ്റ് തരാം. ഞാൻ ബുക്ക് ലിസ്റ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ കുറെ ബുക്കിന്റെ കാര്യം പറയും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം മോഡേൺ ഇന്ത്യ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ സ്പെക്ട്രം പഠിക്കുക, നിങ്ങൾ പൊളിറ്റ് പഠിക്കുന്നു, നിങ്ങൾ ലക്ഷ്മികാന്ത് പഠിക്കുക, ജോഗ്രഫി പഠിക്കുന്നു, 4 NCERT ബുക്ക് ഉണ്ട് 11th and 12th, അത് പഠിക്കുക. ഇങ്ങനെ പറയാനായിട്ട് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ നിന്ന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. അത് എന്റെ തെറ്റല്ല കേട്ടോ, എന്റെ കുറവല്ല. UPSCയുടെ രീതികൾ മാറുന്നത് കൊണ്ടും അവരവരുടെ സോഴ്സസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. അപ്പൊ ഞാൻ ഇത് സബ്ജക്റ്റീവായിട്ട് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പം ഒരു 2018 വരെ നോക്കിക്കഴിഞ്ഞാല് പ്രിലിംസിന്റെ ചോദ്യങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എല്ലാ ചോദ്യവും ഏൻഷ്യന്റ് ആണെങ്കിലും മെഡീവൽ ആണെങ്കിലും വന്നേക്കുന്നത് ഇറ്റ്സ് ഫ്രം ഓൾഡ് NCERT ബുക്ക്. ഓൾഡ് NCERT ബുക്ക് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ 2018 വരെ ചോദിച്ചേക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ഏൻഷ്യന്റിനെ മാത്രം ഇവിടെ പറയാം. 2018 വരെ RS ശർമ്മ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ എഴുതിയേക്കുന്ന ഓൾഡ് NCERT ബുക്ക് വായിച്ചു പോയാൽ നിങ്ങൾ എന്തായാലും എന്ത് കയറും, പ്രിലിംസിന്റെ ഏൻഷ്യൻ ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ ഏറെക്കുറെ കിട്ടും. പക്ഷെ 2018 ശേഷം ഒരു വലിയ മാറ്റം വന്നു. അവരെന്ത് ചെയ്തു, ഈ ബുക്ക് അല്ലാത്ത വേറെ ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ എടുത്തു തുടങ്ങി. UPSC നമ്മളെപ്പോലെ തന്നെ വലിയൊരു കള്ളനാണ്. അപ്പൊ അവർക്കറിയാം ഇവന്മാരെല്ലാം ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞു, ഇതിനേക്കാൾ നല്ല ബുക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ബുക്ക് ലിസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം, വേറെ ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് കൊണ്ടിട്ട് 2018 ശേഷം എന്തായി, ചോദ്യത്തിന്റെ ഒരു രീതി മാറി. നമ്മൾ പഠിച്ചിട്ടും നമുക്ക് ആ ഒരു ചോദ്യം കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ എത്തി. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത്. ഇപ്പം ഒരു 10 ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കുക. 10 ചോദ്യം. ഈ 10 ചോദ്യത്തില് 5 മുതൽ 6 ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് നിങ്ങൾ ഈ ബുക്ക് വായിച്ചാൽ മതി. ഏൻഷ്യന്റ് ഇന്ത്യയുടെ കാര്യം ഞാൻ പറയുന്നത്. അതായത് ഒരു 50 to 60% ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂ NCERT ബുക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. അതൊരു 130 പേജ് എന്തോ ആണ് ന്യൂ NCERT ബുക്ക് ഉള്ളത്. ആ ബുക്കിന്റെ പേരാണ് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1. തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 50 to 60% ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ക്ലാസ് 11th ബുക്കാണത്. ആ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറയാം, അത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഞാൻ കഴിഞ്ഞ വർഷത്തെ ചോദ്യം എടുത്തിട്ട് അതെങ്ങനെ NCERT ബുക്കിൽ നിന്ന് വന്നു എന്നുള്ളത് തെളിവ് സഹിതം കാണിച്ചു തരാം. നിങ്ങളൊന്ന് കൺവിൻസ് ചെയ്യിക്കണമല്ലോ, എന്റെ ബാധ്യതയായി പോയില്ലേ. എന്തായാലും ഒരു 50 to 60% അതിൽ നിന്ന് കിട്ടും. അതൊരു നല്ല ടേക്ക് അവേ ആണ്, നല്ലൊരു കിട്ടലാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 100-ല് ഇപ്പം 200 മാർക്കില് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ 50 to 60% എല്ലാ സബ്ജക്റ്റിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100+ ആവും, നിങ്ങൾ സുഖമായിട്ട് കയറും. മനസ്സിലായില്ലേ? 75 മാർക്കിലെ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. അപ്പൊ അത് നല്ല കിട്ടലാണ്. ഒരു എന്താ പറയാ, കുഞ്ഞു ബുക്ക് വായിക്കുന്നു, അത്യാവശ്യം നല്ല ഉത്തരങ്ങൾ ചോദ്യങ്ങൾ കിട്ടുന്നു, നല്ല കാര്യമാണ്. പക്ഷെ എല്ലാം കിട്ടണമെന്നില്ല. എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓൾഡ് NCERT ബുക്കും വായിക്കണം. ഓൾഡ് NCERT ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഓൾഡ് NCERT ബുക്കും കൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2 ചോദ്യം കൂടി അഡീഷണലി കിട്ടും. പക്ഷേ ഈ ഒരു ബുക്ക് ഉണ്ട്, ഉപീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. മൻമോഹൻ സിംഗിന്റെ മോളാണ് ഉപീന്ദർ സിംഗ്. അവരുടെ ഒരു ബുക്ക് ഉണ്ട്, ഹിസ്റ്ററി ഓഫ് ഏൻഷ്യന്റ് ആൻഡ് ഏർലി മെഡീവൽ ഇന്ത്യ. ഹിസ്റ്ററി ഓപ്ഷണൽ എടുത്ത് പഠിക്കുന്ന ആളുകൾ വായിക്കുന്ന ഒരു ബുക്കാണ്. ആ ബുക്കിൽ ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ഉണ്ട്. UPSCയുടെ എല്ലാ ചോദ്യങ്ങളും ആ ബുക്ക് വായിച്ചാൽ കിട്ടും. ആ ബുക്ക് നിങ്ങൾ വൃത്തിക്ക് അടിപൊളിയായിട്ട് പഠിച്ചാൽ എത്ര ചോദ്യം ചോദിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് കിട്ടും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജന്മത്തൊരാൾ പഠിക്കൂല. അതായത് 600-700 പേജ് ഉണ്ടെന്ന് മാത്രമല്ല, ഇത്രയും വലിപ്പവും വീതിയുള്ള ഒരു ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. ഒരു തലേണി പോലെ ഇരിക്കും, അത് ഒരു പില്ലോ പോലെ ഇരിക്കും ലിറ്ററലി. നിങ്ങൾ ആ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പഠിക്കാനുള്ള ബാല്യം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പം ആ ബുക്ക് വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതിൽ നമ്മളിപ്പോ ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കുന്ന കുട്ടികൾ പോലും ആ ബുക്കിന്റെ പകുതിയെ വായിക്കാറുള്ളൂ. പകുതി വായിക്കേണ്ട ആവശ്യമുള്ളൂ. അത് സെലക്റ്റീവ്ലി വായിക്കുന്നത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. 10 ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കലും 200-200 മാർക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ 10 ചോദ്യം ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് വന്നാൽ 5-6 ചോദ്യം കിട്ടിയാൽ മതി. അതാണ് ഇതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്.
ഭൂപീന്ദർ സിംഗ് നിങ്ങൾ വായിച്ചിട്ട് 10 ചോദ്യം വന്നാൽ 10ഉം കിട്ടിക്കാൻ നോക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. അപ്പം എന്റെ അഭിപ്രായത്തിൽ ന്യൂ എൻ സി ആർ ടി ബുക്ക് തലങ്ങും വിലങ്ങും ഒരു 5-6 പ്രാവശ്യം വായിച്ചു പോകലാണ് ഏറ്റവും ബുദ്ധി ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പ്ലസ് RS ശർമ്മയുടെ ഓൾഡ് എൻ സി ആർ ടി ബുക്ക് വായിക്കുക. ഈ ഓൾഡ് എൻ സി ആർ ടി ബുക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻസിന്റെ ചോദ്യം അതിൽ നിന്നാണ് വരുന്നത്. മെയിൻസിന്റെ ചോദ്യം ഓൾഡ് എൻ സി ആർ ടി ബുക്കിൽ നിന്നാണ് എന്തായാലും വരുന്നത്. കാര്യം ഈ പ്രാവശ്യം ചോദിച്ച ചോദ്യം എന്റെ ഒരു ഓർമ്മയിൽ ഏൻഷ്യന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വേദിക് പീരീഡിന്റെ ഒരു ചോദ്യമായിരുന്നു. വേദിക് പീരീഡില് ഇന്ത്യയുടെ സൊസൈറ്റിയും കൾച്ചറും റിലീജണും എങ്ങനെയാണെന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരിക്കലും നിങ്ങൾക്ക് ന്യൂ എൻ സി ആർ ടി ബുക്കിൽ നിന്ന് കിട്ടില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആ ഒരു ടോപ്പിക്ക് പോലും ന്യൂ എൻ സി ആർ ടി ബുക്കിലില്ല. അപ്പൊ ന്യൂ എൻ സി ആർ ടി ബുക്ക് മാത്രം വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. എന്റെ അഭിപ്രായത്തിൽ ഈ 2 ബുക്കിന്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളി കോമ്പിനേഷൻ ആണ്. RS ശർമ്മ നല്ല വൃത്തിക്ക് വായിക്കുക, അതിനുശേഷം ന്യൂ എൻ സി ആർ ടി ബുക്ക് വായിക്കുക. അല്ലെങ്കിൽ തമിഴ്നാട് എസ് സി ആർ ടി ബുക്ക് വായിക്കുക, അതിനുശേഷം ന്യൂ എൻ സി ആർ ടി ബുക്ക് വായിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കോംബോ, RS ശർമ്മ പ്ലസ് ന്യൂ എൻ സി ആർ ടി ബുക്ക്, അല്ലെങ്കിൽ തമിഴ്നാട് എസ് സി ആർ ടി പ്ലസ് ന്യൂ എൻ സി ആർ ടി ബുക്ക്. ഈ ഒരു കോംബോ നല്ലൊരു കോംബോയാണ്. കുറെ വർക്കൊന്നും ചെയ്യാതെ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ അതല്ലാതെ ഇപ്പം ഈയിടെയായിട്ട് ആസ്പിറൻസിന്റെ കയ്യിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ബുക്കാണ് പൂനം ദലാൽ ദഹി എഴുതിയേക്കുന്ന ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബുക്ക്. അത് ഈ ലക്ഷ്മികാന്ത് പോലെ സ്പെക്ട്രം പോലെ ഇപ്പം ആസ്പിറൻസിന്റെ ഇടയിൽ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ബുക്കാണ് പൂനം ദലാൽ ദഹിയുടെ ബുക്ക്. അതും നല്ല ബുക്കാണ്. അത് വളരെ ഫാക്ച്വൽ ആണ്. സ്പെക്ട്രം വായിക്കുന്നത് പോലെയാണ്, വളരെ ഫാക്ച്വൽ ആണ്. കുറെ അധികം ഫാക്ച്വൽ കണ്ടന്റ്, ഫാക്ട്സിന്റെ ഏറും കളിയും പൂനം ദലാൽ ദഹിയിലുണ്ട്. അപ്പൊ അത് നമുക്ക് ബോറടിപ്പിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് പോകാൻ പോകുന്നത് RS ശർമ്മ പ്ലസ് ന്യൂ എൻ സി ആർ ടി ബുക്ക് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് പോവുക. ക്ലാസ്സിന് ശേഷം നമ്മൾ ഏൻഷ്യന്റിന്റെ പോർഷൻ ഒക്കെ കവർ ചെയ്ത് നിങ്ങൾ അത് ഫുള്ള് സെറ്റ് ആയതിനു ശേഷം ഭൂപീന്ദർ സിംഗിന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് വേറെ എടുത്തു തരും പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പം അത് ക്ലാസ് കേൾക്കുക, ഏറെക്കുറെ എല്ലാ ചോദ്യങ്ങളും കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണ് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെയാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ RS ശർമ്മയുടെ ഓൾഡ് എൻ സി ആർ ടി ബുക്ക് വൃത്തിക്ക് വായിക്കുക. അത് ഒരു 4-5 പ്രാവശ്യം വായിച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ ആക്കിയതിന് ശേഷം ന്യൂ എൻ സി ആർ ടി ബുക്ക് നല്ല വൃത്തിക്ക് വായിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് വേറെയും സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. ഹിസ്റ്ററിയിൽ തന്നെ ഏൻഷ്യന്റ് മാത്രമല്ല മെഡീവലും മോഡേൺ ഒക്കെ പഠിക്കണം. അതല്ലാതെ പൊളിറ്റിയും എക്കണോമിയും സയൻസ് ആൻഡ് ടെക് ഒക്കെ പഠിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും വായിക്കുന്ന റിസോഴ്സസിനെ ലിമിറ്റ് ചെയ്തിട്ട് വായിക്കുമ്പോൾ അത് കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്യുക. ഭൂപീന്ദർ സിംഗ് സെലക്റ്റീവ്ലി ചെയ്യുക. അത് ഞാൻ പിന്നീട് എപ്പോഴും പറഞ്ഞു തരാം. ഏതൊക്കെ പോർഷൻസ് ആണ് സെലക്റ്റീവ്ലി വായിക്കേണ്ടത് എന്നുള്ളത് പിന്നീട് നമുക്കൊരു ഡിസ്കഷൻ പോലെ നടത്താം. മെയിൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും സതീഷ് ചന്ദ്ര ഓൾഡ് എൻ സി ആർ ടി ബുക്ക്, ഇത് ഏറെക്കുറെ ഈ ബുക്കിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും UPSC എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ഈ ബുക്കിൽ നിന്ന് കിട്ടും. അതിന്റെ കൂട്ടത്തിൽ വായിക്കേണ്ട ഒരു ബുക്കാണ് ന്യൂ എൻ സി ആർ ടി ബുക്ക്. അപ്പം ഓൾഡ് എൻ സി ആർ ടി ബുക്ക് പ്ലസ് ന്യൂ എൻ സി ആർ ടി ബുക്ക് സമ്മ കോമ്പിനേഷൻ അടിപൊളിയാണ്. രണ്ടും കൂടി വായിച്ചാൽ ഏറെക്കുറെ സെറ്റ് ആയിട്ട് പൊയ്ക്കോളും. ഇനി ചില ആളുകൾക്ക് ഈ ഓൾഡ് എൻ സി ആർ ടി ബുക്ക് വായിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് തമിഴ്നാട് എസ് സി ആർ ടി ബുക്ക്. ന്യൂ എൻ സി ആർ ടി ബുക്ക് വായിക്കേണ്ട തമിഴ്നാട് എസ് സി ആർ ടി ബുക്ക് വായിച്ചാൽ മതി. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓൾഡ് എൻ സി ആർ ടി ബുക്കാണ്. അതിൽ നിന്ന് വളരെ വെർബാറ്റിംലി UPSC ചോദ്യം പിക്ക് ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ആ ബുക്ക് നല്ല ബുക്കാണെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ പൂനം ദലാൽ ദഹിയുടെ ബുക്ക് ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഹിസ്റ്ററിയുടെ ബുക്ക് ഉണ്ട്, അത് വായിച്ചാൽ മതി. അതാണെങ്കിൽ ഏൻഷ്യന്റ് ആൻഡ് മെഡീവലിന് വേണ്ടിയിട്ട് ആ ഒരൊറ്റ ബുക്ക് വായിച്ചാൽ മതി. പക്ഷെ ആ ബുക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഡ്രൈയും ഫാക്ച്വലും ആണ്. ചിലപ്പം പഠിക്കാൻ തന്നെ തോന്നാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നും കൂടി നോക്കുക. ഇന്ന ബുക്ക് വായിക്കുന്ന പറഞ്ഞിട്ട് ഒരു ബുക്ക് പറയാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാര്യം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റുകളും നിങ്ങളുടെ ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥയും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ബുക്ക് വായിക്കാനായിട്ട്. അപ്പൊ പല പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട് നിങ്ങൾ ബുക്ക് ചൂസ് ചെയ്യേണ്ട കാര്യത്തിൽ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സൗകര്യങ്ങളും കൂടി നോക്കിയിട്ട് സബ്ജക്റ്റിനോടുള്ള താല്പര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് വായിക്കുമ്പം ഏത് ബുക്കാണ് കുറെ കൂടി കംഫർട്ടബിൾ ആണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. അപ്പം ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ഞാനായിട്ട് അതൊന്ന് ചർച്ച ചെയ്താൽ മതി. സാർ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറയുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഇൻപുട്ട് തരാം. അന്ന് ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വർക്കൗട്ട് ആവും എന്നൊക്കെ പറയാം. അത് ഓരോ സ്റ്റുഡന്റിനും സ്പെസിഫിക് ആയിട്ട് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ ആളുകളും ഓരോ രീതിയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്കത് നോക്കിയിട്ട് ചെയ്യാം ആ സമയത്ത്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം 2023 വന്ന കുറച്ച് ചോദ്യങ്ങൾ, എല്ലാ ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ ആയിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ട് അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഞാൻ പറയാം.
അതിൽ NCERT ബുക്ക്, ന്യൂ NCERT ബുക്ക്, അതാണല്ലോ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു ബുക്ക്. ഏത് സബ്ജക്റ്റിനാണെങ്കിലും ആ സബ്ജക്റ്റിന്റെ അതാത് NCERT ബുക്കാണ് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ബുക്ക്. ഇപ്പൊ നിങ്ങൾ ഏൻഷ്യന്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ന്യൂ NCERT ബുക്ക് വായിച്ചു പോയാൽ എത്ര ചോദ്യങ്ങൾ കിട്ടും എന്നുള്ളത് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം. അതായത് മൊത്തം 10 ചോദ്യം, ഏൻഷ്യന്റ് ആൻഡ് മെഡീവലും കൂടി കൂട്ടിയാണ് 10 ചോദ്യം. ഏൻഷ്യന്റ് മാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്നു 7 8 എന്തോ ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതിൽ എത്ര ചോദ്യമാണ് നമുക്ക് NCERT ബുക്ക് വഴി കിട്ടുന്നതെന്നുള്ളത് നോക്കാമേ. ഒരു ചോദ്യമായിരുന്നു, സോൾസ് ആർ നോട്ട് ഓൺലി ദി പ്രോപ്പർട്ടി ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് ലൈഫ് ബട്ട് ഓൾസോ ഓഫ് ഫ്രോക്സ്, റണ്ണിംഗ് വാട്ടർ ആൻഡ് മെനി അതർ നാച്ചുറൽ ഒബ്ജക്ട്സ് നോട്ട് ലുക്ക്ഡ് ഓൺ അസ് ലിവിംഗ് ബൈ അതർ റിലീജിയസ് സെക്ട്. ഈ ആത്മാവ്, നമ്മൾ പറയുമല്ലോ നമുക്ക് ആത്മാവ് ഉണ്ട് എന്ന് പറയും. മൃഗങ്ങൾക്കും ആത്മാവ് ഉണ്ടാകാം, ചിലപ്പോൾ പ്ലാന്റ്സിനും ആത്മാവ് ഉണ്ടാകാം. എല്ലാം ജീവജാലങ്ങളാണല്ലോ, ലിവിങ് ബീയിങ്സ് ആണല്ലോ. അപ്പൊ ജീവനുള്ള എല്ലാ സാധനത്തിനും ഒരു ആത്മാവ്, സോൾ ഉണ്ട് എന്നുള്ള രൂപത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പം അത് ഒരുവിധം എല്ലാ റിലീജിയൻസും വിശ്വസിക്കുന്നുണ്ട്, മനുഷ്യരുടെ ആത്മാവുണ്ട്. ഇന്ത്യൻ റിലീജിയൻസ് എല്ലാം വിശ്വസിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും. ഇതില് സോള് നോൺ ലിവിങ് ആയിട്ടുള്ള സാധനത്തിനും സോൾ ഉണ്ട്. അതായത് മണ്ണിന് മണ്ണിൻ്റെതായിട്ടുള്ള ഒരു ആത്മാവുണ്ട്, തീക്ക് തീൻ്റെതായിട്ടുള്ള ഒരു ആത്മാവുണ്ട്, അഗ്നിക്കും ഒരു ആത്മാവുണ്ട്. എല്ലാത്തിനും ആത്മാവുണ്ട്, സോൾ ഉണ്ട്, ജീവനുണ്ട് എന്നുള്ള രൂപത്തിൽ വിശ്വസിക്കുന്ന റിലീജിയൻ ഏതാണ്? ഏത് റിലീജിയനാണ് സോൾ എന്ന് പറയുന്നത് ആനിമൽസിനും പ്ലാന്റിനും മാത്രമുള്ള ഒരു സംഭവമല്ല, റോക്കിനും റണ്ണിങ് വാട്ടറിനും പിന്നെ പല നാച്ചുറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിനും സോൾ ഉണ്ട്, ആത്മാവുണ്ട്, ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന റിലീജിയൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ജൈനിസം ആണ്. ജൈനിസം എന്ന് പറയുന്ന മതത്തില് എല്ലാത്തിനും ജീവനുണ്ട്, എല്ലാത്തിനും ആത്മാവുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, ശ്വസിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ കോവിഡ് വരുന്നതിന് മുന്നേ തന്നെ മാസ്ക് ഇടുന്ന ആളുകളാണ്. ഇനി വായു എങ്ങാനും വലിച്ചെടുത്തിട്ട് അതിന്റെ ആത്മാവ് എങ്ങാനും ഇല്ലാതായി പോയാലോ, അവരൊരു സാധനം കുക്ക് ചെയ്ത് കഴിക്കില്ല. കാര്യം തീ കത്തിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയാലോ. അവർ കുളിക്കാറില്ല, കാര്യം വെള്ളത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പം വളരെയധികം എല്ലാ കാര്യത്തിനും ജീവനുണ്ടെന്നും ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള രൂപത്തിൽ പെരുമാറുന്ന ഒരു മതമാണ് ജൈനിസം എന്ന് പറയുന്നത്. കാര്യം അവർ വിശ്വസിക്കുന്നത് എല്ലാത്തിനും ജീവനുണ്ടെന്നുള്ളതാണ്. നടക്കുമ്പോൾ പോലും പെരുവിരൽ ഊന്നി മാത്രമേ പാവങ്ങൾ നടക്കാറുള്ളൂ, എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടേ. കരുതല് കുറച്ച് കൂടുതലാണ്, കരുതല് കുറച്ച് കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. അപ്പം ജൈനിസം ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് NCERT ബുക്കിന്റെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയ ഇൻ ജൈനിസം ഈസ് ദാറ്റ് ദി എൻറ്റയർ വേൾഡ് ഈസ് ആനിമേറ്റഡ്, ഈവൻ സ്റ്റോൺസ്, റോക്ക് ആൻഡ് വാട്ടർ ഹാവ് ലൈഫ്. അത് എല്ലാ സാധനങ്ങളും ആനിമേറ്റഡ് ആണ്, എല്ലാ സാധനത്തിനും ലൈഫ് ഉണ്ട്. കല്ലിന് ജീവനുണ്ട്, റോക്കിന് ജീവനുണ്ട്, വാട്ടറിന് ജീവനുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഉത്തരം ഏറെക്കുറെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. റോക്ക്, വാട്ടർ, കൃത്യമായിട്ട് ഈ സാധനങ്ങളും പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ബാക്കിയുള്ള മതങ്ങൾ ലിവിങ് ആണെന്ന് കരുതാത്ത സംഭവങ്ങളെ പോലും ഇവർ ലിവിങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ആ ബുക്കിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ജൈനിസമാണ് ഇതിന്റെ ഉത്തരം എന്നുള്ളത് കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലേ? എളുപ്പമായിരുന്നില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അത് സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾ സമ്മതിച്ചൊന്ന് തരണ്ട കേട്ടോ. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ബുദ്ധൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പേജിൽ നിന്ന് കിട്ടുമായിരുന്നില്ലേ? ഗൈസ് ഒന്ന് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് പറഞ്ഞേ. ഇരുന്ന് ഉറങ്ങല്ലേ, UPSC-ക്കൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതല്ലേ? ഇങ്ങനെ പോയാൽ ഇങ്ങനെ ശരിയാവില്ലേ? പറയൂ, കേക്കട്ടെ. സെറ്റല്ലേ? ഒന്ന് സെറ്റാണെന്ന് പറഞ്ഞ എല്ലാവരും കമന്റ് ബോക്സിൽ. ഒരുമാതിരി ഉറക്കം തൂങ്ങി പിള്ളേരാണല്ലോ. സാധാരണ ക്ലാസ്സിലൊക്കെ ഭയങ്കര ഓളാണ്. ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഫുള്ള് സെറ്റായിട്ടാ പോവല്ലേ. ഇതെന്താ ഒരു മടി? ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് റേഡിയോ അല്ല, എന്റെ ഭാഗത്തുനിന്ന് മാത്രം. എനിക്ക് തന്നെ കുറെ കഴിയുമ്പോൾ ഇത് മടുക്കും, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്ത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്ത ചോദ്യം. വിത്ത് റെഫറൻസ് ടു ഏൻഷ്യന്റ് ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഏൻഷ്യന്റ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് 3 സ്റ്റേറ്റ്മെന്റുകൾ അവർ തന്നിട്ടുണ്ട് കേട്ടോ.
സ്തൂപ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ചോദ്യമാണ്. ഞാൻ ആദ്യം സ്തൂപ എന്താണെന്ന് പറയാം. ഈ ബുദ്ധൻ, നമ്മുടെ ബുദ്ധൻ ഉണ്ടല്ലോ, ഗൗതം സിദ്ധാർത്ഥ ബുദ്ധൻ മരിക്കാനായ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ സ്മരണയ്ക്കായിട്ട് എന്റെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ ഒരു സ്മാരകം പണിത് വെക്കുക. ആ സ്മാരകത്തിനെയാണ് സ്തൂപ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് ഗ്രൗണ്ടാണ്, ഇവിടെ ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ മേലെ എന്ത് ചെയ്യും, സ്തൂപ എന്ന് പറയുന്ന ഒരു സാധനം പണിത് വെക്കും. ഇതാണ് സ്തൂപ. ഇങ്ങനെ ഇരിക്കും ഏറെക്കുറെ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് സ്തൂപ. ഇനി ചോദ്യം ഇതാണ്, ദി കൺസെപ്റ്റ് ഓഫ് സ്തൂപ ഈസ് ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ. ഈ സ്തൂപ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബുദ്ധിസം കാരണം വന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കഥയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗൗതം സിദ്ധാർത്ഥ അല്ലെങ്കിൽ ഗൗതം ബുദ്ധ മരിക്കാറായപ്പോ പറയാണ്, ഞാൻ മരിക്കുമ്പോ എന്റെ മേലെ സ്തൂപ പണിയാന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി സ്തൂപ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. അപ്പം ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ എന്ന് പറയുന്നത് ബേസിക്കലി തെറ്റാണ്. ബുദ്ധിസത്തിന് മുന്നേ ഈ പറയുന്ന സ്തൂപ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ സ്തൂപ വാസ് ജനറലി എ റിപ്പോസിറ്ററി ഓഫ് റിലിക്സ്. അവശിഷ്ടങ്ങൾ, ഒരാളുടെ റിമെയിൻസ് ഇട്ടിട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ് സ്തൂപ. അതും ശരിയാണ്. സ്തൂപ വാസ് എ വോട്ടീവ് ആൻഡ് കമ്മമറേറ്റീവ് സ്ട്രക്ചർ ഇൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. ബുദ്ധിസ്റ്റ് ട്രഡീഷന്റെ ഉള്ളിൽ സ്തൂപ എന്ന് പറയുന്നത് ഒരു കമ്മമറേറ്റീവ്, മെമ്മറിക്ക് വേണ്ടിയിട്ട്, ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതും ശരിയാണ്. അപ്പൊ 2ഉം 3ഉം ആക്ച്വലി ശരിയാണ്, 1 തെറ്റാണ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് only 2. എത്ര സ്റ്റേറ്റ്മെന്റ് ശരിയാണ്? 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. ഇപ്പൊ 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. only 2 ആണ് ഉത്തരം. ഇനി ഇത് NCERT ബുക്കിലുണ്ട് കേട്ടോ, ഞാനൊന്ന് കാണിച്ചു തരാം. there were other places too that were regarded as sacred, പരിശുദ്ധമാണെന്ന് കരുതപ്പെടുന്ന പല സ്ഥലങ്ങളുണ്ട്. This was because relics of Buddha, ബുദ്ധന്റെ റിലിക്സ്, such as his bodily remains, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം അവിടെയാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് സ്തൂപ. അപ്പൊ സ്തൂപയുടെ അടിയിൽ ബുദ്ധന്റെ റിലിക്സ് കുഴിച്ചിട്ടിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത സെന്റൻസ്, ദി ട്രഡീഷൻ ഓഫ് erecting stupa may have been pre-Buddhist. അതായത് ഈ സ്തൂപ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ബുദ്ധിസത്തിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ബുദ്ധന്റെ റിലിക്സ്, അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടേക്കുന്നത് കൊണ്ട് ഈ സ്തൂപ എന്ന് പറയുന്നത് ബുദ്ധിസത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിമ്പലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബുദ്ധന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടേക്കുന്ന ഒരു സ്ഥലം. വളരെ കൃത്യമായിട്ട് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. അതൊരു കമ്മമറേറ്റീവ് ബിൽഡിംഗ് ആണെന്നും. ഇന്ററപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കരുത് കേട്ടോ, ഞാൻ ജസ്റ്റ് അത് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയി. ഇപ്പൊ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ, എക്സ്ട്രാ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പുസ്തകങ്ങളുടെ റെഫറൻസിനെ കുറിച്ചാണ് പറയുന്നുണ്ടായിരുന്നത്? എനിക്ക് മനസ്സിലായില്ല. റെഫറൻസ് അല്ല, റെഫറൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ജസ്റ്റ് പെട്ടെന്ന് ഒരു അത്യാവശ്യം വേണ്ടിട്ട് പോയത്. അപ്പൊ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരുന്നോ? ഓക്കെ. അത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അയ്യോ അത് പറയാനാണ് ഇനി ഒരു 15 മിനിറ്റ് ഉണ്ട്. ഞാൻ വേഗം ഒന്ന് ഓടിച്ചു പറയാം. അതായത് പല ബുക്ക് ഉണ്ട്, പക്ഷെ നിങ്ങൾ മെയിൻലി പഠിക്കേണ്ട ബുക്ക് എന്ന് പറയുന്നത് ഓൾഡ് NCERT ബുക്ക് പ്ലസ് ന്യൂ NCERT ബുക്കിന്റെ കോമ്പിനേഷൻ ആണ്. ബാക്കി ഒന്നും ചിന്തിക്കണ്ട ഇപ്പൊ തൽക്കാലത്തേക്ക്. കാര്യം ബാക്കി ഇനി ഞാൻ ഒന്നും കൂടി പറയാനാണെങ്കിൽ അത് കുറെ പറയണം. അതുകൊണ്ടാണ് ന്യൂ NCERT ബുക്കും ഓൾഡ് NCERT ബുക്കും കൂടി ചേർത്ത് വെച്ചിട്ട് അത് രണ്ടും കൂടി നല്ല വൃത്തിക്ക് വായിച്ചാല് അറൗണ്ട് ഒരു 10 ചോദ്യത്തിൽ 8 ചോദ്യം പോലും, 2 ചോദ്യം കിട്ടില്ല. 2 ചോദ്യം കിട്ടണ്ട, അതിൽ സങ്കടപ്പെടണ്ട. നമ്മൾ ഒരിക്കലും പണ്ട് സ്കൂളിലുള്ളതുപോലെ 50-ൽ 50 വാങ്ങണ്ട. കാര്യം 200 മാർക്കിൽ 75 മാർക്ക് ഉണ്ടെങ്കിൽ പ്രിലിംസിന്റെ കട്ട് ഓഫിന്റെ മേലെ മാർക്ക് വന്നു. പിന്നെ നിങ്ങൾ 150 മാർക്ക് ഉണ്ടെങ്കിലും 76 മാർക്ക് ഉണ്ടെങ്കിലും ഒരേ ഇമ്പാക്ട് തന്നെയാണ്. അപ്പം ബുക്ക് കുറെ ഉണ്ട്, പക്ഷെ നിങ്ങൾ മെയിൻലി പഠിക്കേണ്ട ബുക്ക് എന്ന് പറയുന്നത് ഓൾഡ് NCERT ബുക്ക് വായിക്കുക പ്ലസ് ന്യൂ NCERT ബുക്ക് വായിക്കുക. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ്. ബാക്കി ബുക്ക് എന്ന് പറയുന്നത് പൂനം ദലാൽ ദഹിയ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിപ്പോ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. സ്റ്റുഡൻസ് കൂടുതലായിട്ടും ആ ബുക്ക് വായിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ബുക്ക് പക്ഷെ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. പക്ഷെ ഒരു സിംഗിൾ ബുക്ക് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ ബുക്ക് വായിക്കാം. ഏൻഷ്യന്റിന് ഉപീന്ദർ സിംഗ് എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ചോദ്യത്തിന്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ വർഷമൊക്കെ നമ്മൾ പല അക്കാഡമീസിലും ഉപീന്ദർ സിംഗിന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സ് പോലും റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്.
അത്രയധികം ഒരു 3 ചോദ്യം എന്തോ 4 ചോദ്യം എന്തോ ലാസ്റ്റ് ഇയർ വന്നിരുന്നു. ഓരോ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. പിള്ളേർക്ക് ഈ ബുക്ക് ഒറ്റയ്ക്ക് വായിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അക്കാഡമീസ് പറയും നമുക്ക് പിള്ളേരോട് ഒരു ഷോർട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറയും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഇവിടെയാണെങ്കിൽ മണപ്പുറത്താണെങ്കിൽ ഓൾഡ് എൻ സി ആർ ടി ബുക്കും ന്യൂ എൻ സി ആർ ടി ബുക്കിന്റെയും ആ ക്ലാസ് വെച്ചിട്ടാണ് നമ്മളെ പോകുന്നത്. പിന്നെ ഈ ഉപീന്ദർ സിംഗ് ഞാൻ സെപ്പറേറ്റ്ലി പ്രിലിംസ് അടുക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോഴ്സ് പോലെ നമുക്കൊരു 3-4 ദിവസം കൊണ്ട് തീർക്കാം. അതിൽ നിന്ന് എന്തായാലും 2-3 ചോദ്യം അതിൽ നിന്നും വരും. അത് ചോദ്യം വരാതിരിക്കില്ല. കാരണം UPSC ആ ബുക്കിലോട്ട് മാറി, ഏൻഷ്യന്റിലെ ഉപീന്ദർ സിംഗിലോട്ട് മാറി കുറെയൊക്കെ. പക്ഷെ ആ ബുക്ക് ഭയങ്കര വലിയ ബുക്കാണ്. ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾഡ് ന്യൂ എൻ സി ആർ ടി ബുക്ക് മാത്രം പഠിച്ചാൽ 130 പേജ് എന്തോ ഉള്ളൂ ന്യൂ എൻ സി ആർ ടി ബുക്ക്. അത് മാത്രം പഠിച്ചാലും ഏറെക്കുറെ ഉത്തരങ്ങൾ കിട്ടും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് രണ്ടും എൻ സി ആർ ടി ബുക്കിലുണ്ടെന്നുള്ളത് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു തെളിവ് സഹിതം. അപ്പൊ 2 ചോദ്യം ഞാനത് പറഞ്ഞു. എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ എൻ സി ആർ ടി ബുക്കിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഇന്നാ പിടിച്ചൊന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല. UPSC നിങ്ങൾക്ക് ഈ വെള്ളിത്തളികയിൽ എടുത്തു വെച്ച് തരുന്ന ഒരു മാലാഖ്യൊന്നുമല്ല. അപ്പം കുറെ ചോദ്യങ്ങൾ നമ്മുടെ കത്തി സിനിമയിൽ വിജയണ്ണൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടി വരും. അതായത് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കി ഇല്ലാത്ത സാധനങ്ങൾ കണ്ടെത്തേണ്ടിയൊക്കെ വരും ചില സമയത്ത് നിങ്ങൾ. അപ്പം നിങ്ങളുടെ എൻ സി ആർ ടി ബുക്കിന്റെ വായന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വെറുതെ ഒരു പ്രാവശ്യം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മാത്രം പോരാ. എൻ സി ആർ ടി ബുക്കിലുള്ള ഓരോ മൂലയും അരിച്ചു പെറുക്കണം, എന്നാലേ ഉത്തരം കിട്ടുള്ളൂ. ഞാൻ അതിന്റെ 1-2 എക്സാമ്പിൾസ്, 1-2 തെളിവുകൾ കാണിച്ചു തരാം. ഇപ്പൊ ലാസ്റ്റ് ഇയർ തന്നെ വന്ന വേറൊരു ചോദ്യമാണ് വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ആളുകളുടെ പേര് തന്നു. എന്നിട്ട് അവർ എന്തിന്റെ പേരിലാണ് അവർ അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. അവർ പേര് തന്നേക്കുന്നത് അലക്സാണ്ടർ റീ, AH ലോങ്കസ്റ്റ്, അലക്സാണ്ടർ റീ, AH ലോങ്കസ്റ്റ്, റോബർട്ട് സിവൽ, ജെയിംസ് ബർഗസ്, വാൾട്ടർ ഇലിയറ്റ്, ഇങ്ങനെ കുറെ ആളുകളുടെ പേര് തന്നിട്ടുണ്ട്. അലക്സാണ്ടർ റീ, AH ലോങ്കസ്റ്റ്, റോബർട്ട് സിവൽ, ജെയിംസ് ബർഗസ്, വാൾട്ടർ ഇലിയറ്റ് എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുടെ പേര് തന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവരെല്ലാവരും എന്തായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചോദ്യമില്ല. ഈ ആളുകളുടെ പേരൊന്നും മിക്ക ആളുകൾക്കും അറിയണമെന്നില്ല. ഈ ചോദ്യം എൻ സി ആർ ടി ബുക്കിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. പക്ഷെ എൻ സി ആർ ടി ബുക്കിൽ വളരെ ഇങ്ങനെ ഇവരെല്ലാവരും ഇതിന്റെ പേരിൽ ഫേമസ് ആണ് എന്നിങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പൊ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. 1854 വാൾട്ടർ ഇലിയറ്റ്, അദ്ദേഹം കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹം അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലം സന്ദർശിക്കുകയും അവിടെ നിന്ന് പല സ്കൾപ്ചറൽ പാനൽ, കൊത്തുപണി ചെയ്തേക്കുന്ന പല വസ്തുക്കൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു മദ്രാസിലോട്ട്. അപ്പം ഇദ്ദേഹം അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലം എക്സ്കവേറ്റ് ചെയ്ത ഒരാളാണ്. അതായത് കുഴിച്ചു നോക്കി പുരാതന വസ്തുക്കൾ എടുത്ത ഒരാളാണ്. ഈ വാൾട്ടർ ഇലിയറ്റ് എന്ന് പറയുന്ന ആളുടെ പേര് ബുക്കിന്റെ ഉള്ളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വാൾട്ടർ ഇലിയറ്റ് എന്ന് പറയുന്ന ആളുണ്ട്, വാൾട്ടർ ഇലിയറ്റ് ഇതേ കിടക്കുന്നത്. അതല്ലാതെ ഈ ന്യൂ എൻ സി ആർ ടി ബുക്കിൽ ഇതേപോലെ തന്നെ വേറൊരു പോർഷൻ ഉണ്ട്. അവർ ഓരോ ചാപ്റ്ററിന്റെയും അവസാനം ഒരു ബോക്സ് കൊടുക്കും. ആ ബോക്സിൽ ടൈം ലൈൻ കൊടുക്കും. ടൈം ലൈൻ അതായത് ക്രോണോളജിക്കലി കാലഘട്ടം വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ 1980 ഇങ്ങനെ സംഭവിച്ചു, 1982 ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഒരു കോളം എല്ലാ ചാപ്റ്ററിന്റെയും അവസാനം കൊടുത്തിട്ടുണ്ട്. അതിലും ഇവരുടെ പേര് മെൻഷൻഡ് ആണ്. പക്ഷെ അതിന് എത്രമാത്രം സൂക്ഷ്മമായിട്ട് വായിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ വളരെ എന്താ പറയാ കാഷ്വൽ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വായന കൊണ്ടൊന്നും നമുക്ക് എല്ലാ ഉത്തരവും കിട്ടില്ല. വീണ്ടും വീണ്ടും വായിക്കുക, എല്ലാ മൂലയും എല്ലാ ഏരിയയും അരിച്ചു പെറുക്കി വായിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അരി എവിടെയാ ഇരിക്കുന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ചോദ്യം വരാം. ഇത് ലാസ്റ്റ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ലാസ്റ്റ് ഇയർ വന്ന ചോദ്യങ്ങൾ മാത്രമേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്ന വേറൊരു ചോദ്യമാണ് ധന്യകടാക എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ധന്യകടാക എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സെന്റർ ആണ്. ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റർ ആണ്. അത് എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് പറയാമോ? എവിടെയാ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ലോജിക്കലി ഒന്ന് പറഞ്ഞു നോക്കാമോ? നിങ്ങൾക്ക് ഞാൻ പറയാം, ചില ചോദ്യങ്ങൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഒരു കോമൺ സെൻസ് വെച്ച് പറയാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ധന്യകടാക സി പറയുന്നുണ്ട് ചില ആളുകൾ. നിങ്ങൾ പറഞ്ഞോ സി ആകണമെന്നില്ല, ഞാൻ ഉത്തരാവസാനം പറയാം. ധന്യകടാക ആ പേര് വെച്ചിട്ട് ആ പേരിന്റെ ഒരു സാമ്യം നോക്കിയിട്ട് ഏതെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഈ ധന്യകടാക എന്ന് പറയുന്ന പോലുള്ള വേറെ ഏതെങ്കിലും വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഈ ധന്യകടാക എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതേപോലത്തെ വേറെ ഏതെങ്കിലും വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറ്റത്ത് ടക എന്നൊക്കെ വരുന്നേ. കർണാടക, കർണാടക, ധന്യകടാക, അറ്റത്ത് ടക ഇല്ലേ? ഈ ഡാ കാ ഇതേപോലത്തെ വാക്കെല്ലാം ഈ സൗത്ത് ഇന്ത്യൻ വാക്കുകളാണ്. സൗത്ത് ഇന്ത്യയിലുള്ള ഏതൊരു സ്ഥലമാണ്, ആന്ധ്രയാകാനാണ് സാധ്യത. ഗാന്ധാര എന്ന് പറയുന്നത് അന്ന് അങ്ങ് അഫ്ഗാനിസ്ഥാനിലുള്ളതാണ്, കലിംഗ ഒഡീഷയിലുള്ളതാണ്, മഗധ ബംഗാളിലുള്ളതാണ്. അപ്പൊ ആന്ധ്രയാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. അത് ഒരു കോമൺ സെൻസിക്കലി നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. പിന്നെ ഈ കോമൺ സെൻസ് വരണമെന്നുണ്ടെങ്കിലും കുറച്ച് വായന വേണം കേട്ടോ. ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു നോളജ് ബേസ് വെച്ചിട്ട് അതിന്റെ ഉത്തരത്തിലോട്ട് വരാൻ പ്രയാസമാണ്, സമയമെടുക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ കിട്ടും, കുറെ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടിപ്പോകും. ധന്യകടാക, ഇതേപോലത്തെ ഒരു കർണാടക എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു സ്ഥലം അങ്ങോട്ട് കുത്തിവിടാം എന്നൊക്കെ വിചാരിച്ച് കുറെ ഉത്തരങ്ങൾ കിട്ടും. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ, വിജയകണ്ണൻ കത്തി സിനിമയിൽ നോക്കുന്നത് പോലെ നോക്കിയാലേ NCERT ബുക്ക് വായിച്ചാലേ ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ. NCERT ബുക്കിൽ കുറെ മാപ്പ് കൊടുത്തിട്ടുണ്ട്, ആ മാപ്പിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം NCERT ബുക്കിൽ തീംസ് എന്ന് പറയുന്ന ബുക്കിൽ മാപ്പ് 3 എന്ന് പറയുന്ന ഒരു മാപ്പ് ഉണ്ട്. അതില് ധന്യകടാക എന്ന് പറയുന്ന ഒരു സ്ഥലം കർണാടക എന്ന് പറയുന്ന ഏരിയയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയും കിട്ടും. അതാ ഞാൻ പറയുന്നത്, ചില ചോദ്യങ്ങൾ വളരെ ഫാക്ച്വൽ ആണ്, വളരെ ടഫ് ആണെന്ന് തോന്നുന്ന ചില ചോദ്യങ്ങൾ വളരെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടാറുണ്ട്. ഞാൻ ധന്യകടാകൊക്കെ ഞാൻ NCERT ബുക്ക് വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല. അല്ലാതെയാണ് അത് ആന്ധ്രയാകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ NCERT ബുക്കിലുള്ള മാപ്പിൽ വളരെ കൃത്യമായിട്ട് ധന്യകടാക കൊടുത്തിട്ടുണ്ട്. പക്ഷെ വിജയണ്ണൻ കത്തി സിനിമയിൽ കാര്യങ്ങൾ നോക്കുന്നത് പോലെ നോക്കേണ്ടി വരും എന്നുള്ളതാണ്. സൂക്ഷ്മമായിട്ടുള്ള വായന, ഒരു സാധനവും വിടാതെ റിപ്പീറ്റഡ് ആയിട്ട് റീറീഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലൂടെ ഉത്തരം കിട്ടുള്ളൂ. അതേപോലെ തന്നെ ചോദിച്ച വേറൊരു ചോദ്യമാണ്, ഏത് ഏൻഷ്യൻ ടൗണിലാണ്, ഏത് പുരാതന നഗരത്തിലാണ് there was an elaborate system of water harvesting and management by building a series of dam and channelizing water into connected reservoir? ഒരു പുരാതന നഗരത്തിൽ ഒരു ഡാമും കുറെ കനാലും റിസർവോയർ ഒക്കെ യൂസ് ചെയ്തിട്ട് മഴവെള്ളത്തിന് സംഭരിച്ച് വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് NCERT ബുക്കിന്റെ ഉള്ളില് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, റിസർവോയർ അറ്റ് ദൊളർവീരയിലുള്ള റിസർവോയർ. അപ്പൊ ഇതേപോലത്തെ പിക്ചേഴ്സ് നോക്കണം. ആക്ച്വലി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സെഗ്മെന്റ് ക്ലാസ് ഇതേപോലെ തന്നെ വെക്കുന്ന സമയത്ത് NCERTയിലുള്ള പിക്ചർ ബേസ്ഡ് ആയിട്ട് മാത്രം കുറെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് നമുക്കൊരു 10 ചോദ്യം വരുമ്പം അതിൽ 2 ചോദ്യം NCERTയിലുള്ള പിക്ചേഴ്സിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ NCERTയിൽ പിക്ചറൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ലോണം വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, NCERT ബുക്കിൽ വായിക്കുമ്പം സൂക്ഷ്മമായിട്ടുള്ള വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസിലെ ഹിസ്റ്ററി എങ്ങനെയാ കിടക്കുന്നത്, പ്രിലിംസും മെയിൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഫാക്ച്വൽ ആയിട്ട് വേണോ അനലിറ്റിക്കൽ ആയിട്ട് വേണോ, 2 രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു. മെയിൻസ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, പ്രിലിംസ് എന്ന് പറയുന്നത് കുറെയൊക്കെ ഫാക്ച്വൽ ആണ്. ഫാക്ച്വൽ ആണെന്ന് പറയുമ്പോൾ പോലും ഒരു കോമൺ സെൻസ് വെച്ചിട്ട് കിട്ടാവുന്ന കുറെ ഉത്തരങ്ങൾ ഉണ്ട് താനും. ഏത് ബുക്കാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് കുറച്ച് സബ്ജക്റ്റീവ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും ഒരു ബുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാതെ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അതിന്റെ ഒരു കടപ്പോഷം എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ന്യൂ NCERT ബുക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യന്റെ പേജ് നമ്പർ സഹിതം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ തന്നെ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. പിന്നീട് എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കാണാം. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നിങ്ങളുടെ അവസരമാണ്. എന്റെ തള്ളു തീർന്നു, ഇനി നിങ്ങളുടെ അവസരമാണ്. ഗൈസ്, ക്ലാസ്സിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ ഒരു ഫ്രീലാൻസിങ് ഫാക്കൽറ്റിയാണ്. ഞാൻ കുറെ സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം അത് അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക, ക്ലാസ്സസിന്റെ പോലുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അക്കാഡമിക് കോർഡിനേറ്ററിനോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു പേഴ്സൺ ഉണ്ടാവും, അവരോട് ചോദിക്കലാണ് നല്ലത്. എനിക്കതിന്റെ വ്യക്തമായ ഒരു ധാരണയില്ല.
ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്, ഞാൻ വേറെ സ്ഥലത്തൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. റിവിഷൻ ടെക്നിക്സ്. റിവിഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് പണ്ട് നമ്മള് ഈ കോളേജിൽ പഠിച്ച നമ്മുടെ ഒരു സ്വഭാവം UPSCയിലോട്ട് കൊണ്ടുവരരുത്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ഒരാളാണ്. EC എഞ്ചിനീയർ ആയിരുന്നു, ബിടെക് ആയിരുന്നു. അയ്യോ, ട്രോമയാണ്, ഓർക്കാൻ തന്നെ താല്പര്യമില്ല, പിന്നെ പറയേണ്ടി വരുന്നത് കൊണ്ട് പറയുന്നതാ. അപ്പൊ എക്സാമിന്റെ തലേന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കും, രാത്രി ഇങ്ങനെ വായിക്കും. അതിനു മുമ്പ് ക്ലാസ്സും കണ്ടിട്ടില്ല, കോളേജും കണ്ടിട്ടില്ല, ക്ലാസ് റൂം പോലും മാറിപ്പോവാറുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വായിക്കും. ക്ലാസ്സിലുള്ള ഏറ്റവും പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള കുട്ടിയുടെ നോട്ട് തലേ ദിവസം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് രാത്രി മൊത്തം ഇരുന്ന് വായിച്ച് രാവിലെ തല പോലും അനങ്ങാതെ നേരെ പോകും, അതേപോലെ എഴുതി വെക്കും, പോലും ജയിക്കും. അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല. ഞാൻ UPSCയിൽ 2 ഇന്റർവ്യൂവിന് പോയ സമയത്താണ്, അന്ന് ഇലക്ട്രോണിക്സ് UPSCയുടെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഓർത്തിട്ടാണ് ഞാൻ ഡയോഡ് എന്താണെന്നുള്ളത് പഠിക്കുന്നത്. ട്രാൻസിസ്റ്റർ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ആ സമയത്താണ്. അത് എന്റെ ദുരവസ്ഥയാണത്. അപ്പൊ ആ ഒരു മെത്തേഡ് ഇവിടെ നടക്കില്ല. ഇവിടെ നമുക്ക് നമ്മുടെ പരീക്ഷ മൊത്തത്തിൽ തീരുമ്പോൾ തന്നെ 1.5 കൊല്ലം എടുക്കും. അതായത് നിങ്ങൾ ഈ ജൂണിൽ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ അടുത്ത ജൂണിൽ പ്രിലിംസ് എഴുതും, പിന്നെ ഒരു 4 മാസം കഴിഞ്ഞിട്ട് മെയിൻസ് എഴുതും, പിന്നെ ഒരു 5 മാസം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കും. അപ്പൊ 1.5 കൊല്ലം 2 കൊല്ലം ഈ പ്രോസസ്സ് തന്നെ നീണ്ടു നിൽക്കും. അപ്പം അത്രയും നാൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുറച്ചല്ല പഠിക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഒരു സെമ്മിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ ഒരു പഠനം ഇവിടെ നടക്കില്ല. കാര്യം പ്രിലിംസും കുറെ സബ്ജക്റ്റുകളുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, എക്കോളജി, കറണ്ട് അഫയേഴ്സ് കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ യൂഷ്വൽ പണിയില്ലേ നമ്മുടെ, ഇങ്ങനെ ജസ്റ്റ് ഓർത്ത് വെക്കുന്ന കുറെ പരിപാടി, അത് ആക്ച്വലി നടക്കില്ല, അത് വർക്കൗട്ട് ആകില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പം റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വായിക്കുന്ന ബുക്ക്, ഇപ്പൊ നിങ്ങൾ ഇന്ന് ന്യൂ NCERT ബുക്കിന്റെ ചാപ്റ്റർ 1 വായിച്ചാല്, ഇന്ന് വായിച്ചാല് അത് നാളെയോ മറ്റന്നാളോ വീണ്ടും വായിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1-2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വായിക്കണം. നിങ്ങളുടെ 3ാമത്തെ റീഡിങ്ങിൽ നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് ആക്കി വെക്കുക. എന്നിട്ട് വീണ്ടും പിന്നെ ആ ഷോർട്ട് നോട്ട് പഠിച്ചു പോയാൽ മതി. ഷോർട്ട് നോട്ട് 3ാമത്തെ റീഡിങ്ങിൽ ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ആദ്യത്തെ റീഡിങ്ങിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബുക്ക് തന്നെയായിരിക്കും, ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അപ്പൊ പിന്നെ അതിന് ഒരു പ്രസക്തി ഇല്ല, ഒരു ഗുണവും ഇല്ലാതായിപ്പോ. ഒരു 3ാമത്തെ റീഡിങ്ങിൽ മാത്രം നോട്ട് ഉണ്ടാക്കുക. പക്ഷെ 3ാമത്തെ റീഡിങ് ഒരു ദിവസത്തിന്റെ ഗ്യാപ്പിൽ നടത്തി പോവുക. 3ാമത്തെ റീഡിങ്ങിൽ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നോട്ടും സ്ട്രക്ചേർഡ് ആകണം. പ്രിലിംസും മെയിൻസിന്റെയും ക്വസ്റ്റിന്റെ ഡിമാൻഡ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിന് ചേർന്ന രൂപത്തിലുള്ള നോട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടത്. ആ നോട്ട് പിന്നീട് പീരിയോഡിക്കലി റിവിഷൻ നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു നോട്ട് വേണം. ആ നോട്ട് കൃത്യമായിട്ടുള്ള റിവിഷൻ നടത്തണം. ആ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഡിജിറ്റലായിട്ട് നോട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നല്ലത്. OneNote അല്ലെങ്കിൽ iPadൽ നോട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോ നിങ്ങൾ ഫിസിക്കലി ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ പേജിന്റെയും ഒരു ഹാഫിൽ നോട്ട് ഉണ്ടാക്കുക, മറ്റേ ഹാഫ് വെറുതെ ഇടുക. കാര്യം നാളെ എന്തെങ്കിലും അഡീഷൻസ് നിങ്ങൾക്ക് നടത്തേണ്ടി വരും. അങ്ങനെയാണ് ഇത് പഠിച്ചു പോകേണ്ടത്. ഇടക്കിടക്ക് വായിക്കുക. നിങ്ങളിപ്പം എക്സാമിന് ഇപ്പം ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ലക്ഷ്മികാന്ത് പൊളിറ്റിക്ക് ഒരു 6 പ്രാവശ്യമൊക്കെ വായിക്കാതെ പോയാലും നിങ്ങൾ കയറില്ല. ശരിക്കും 6 പ്രാവശ്യമല്ല, 10ഓ 15ഓ പ്രാവശ്യമൊക്കെ വായിക്കണം. അതായത് ആ പേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി കാണണ്ടെന്നുള്ളൊരു തോന്നൽ വേണം. പേജ് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റിവിഷൻ കഴിയണം. ആ രൂപത്തിലുള്ള ഒരു പഠനം വളരെ അത്യാവശ്യമാണ്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി, റിവിഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് നടത്തിയേക്കുന്ന റിവിഷൻ പോലെയല്ല, പീരിയോഡിക്കലി റിവിഷൻ നടത്തുക. വളരെ ശാസ്ത്രീയപരമായിട്ട് നിങ്ങൾ തന്നെ ട്രാക്ക് ചെയ്യുക. ഇന്ന് പഠിച്ചത് മറ്റന്നാൾ പഠിച്ചു എന്നുള്ളത് ഉറപ്പാക്കുക. മറ്റന്നാൾ പഠിച്ചത് വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വായിച്ചു എന്നുള്ളത് ഉറപ്പാക്കുക. അത് ഷോർട്ട് നോട്ട് ആക്കി എന്നുള്ളത് ഉറപ്പാക്കുക. ഷോർട്ട് നോട്ട് ആക്കിയിട്ട് 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ ഷോർട്ട് നോട്ട് നോക്കി എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇടയ്ക്ക് ടെസ്റ്റ് നടത്തിയിട്ട്, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ എക്സാം ഹാളിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മെമ്മറൈസ് ചെയ്തിട്ടുണ്ടോ, ലോജിക്കൽ സ്കിൽസ് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാതെ ഈ പരീക്ഷ ക്ലിയർ ചെയ്യില്ല. വളരെയധികം ഡെഡിക്കേഷൻ വേണ്ട ഒരു 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 പരീക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത് വേണം. ആ ഒരു ആത്മബലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെയ്യും, എല്ലാവർക്കും പറ്റും. ഇത് അതിനു വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടുക എന്നുള്ളതാണ്. എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
UPSCയുടെ ഡിമാൻഡ് എന്താണെന്നാണോ നീ ചോദിക്കുന്നത്? ഡിമാൻഡ് ഓഫ് UPSC എന്ന് പറഞ്ഞാല് ചോദ്യമാണോ? അത് ശരിക്കും UPSCയുടെ ഡിമാൻഡ്, ഞാൻ ഒരു കാര്യം പറയാം. UPSCക്ക് കുറെ കാര്യങ്ങൾ അത്യാവശ്യമാണ്. UPSC എന്ന് പറയുന്ന ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ കുറെ കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് നല്ലൊരു നോളജ് ബേസ്, അറിവ് നോളജ് ബേസ്. ഈ നോളജ് ബേസ് എന്ന് പറയുമ്പോഴേക്കും ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാം അറിയാന്ന് പറയുന്ന ഒരു സംഭവം അതിലില്ല. അതല്ല വേണ്ടത്. UPSCയുടെ സിലബസിന് ചേർന്ന രൂപത്തിലുള്ള അറിവ്. അപ്പം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകൾ, എല്ലാവരും വായിക്കുന്ന ബുക്കുകളും NCERT ബുക്സും എല്ലാവരും ബേസിക്കലി സെയിം ബുക്ക് തന്നെയാണ് വായിക്കല്. നിങ്ങൾ ആരും പുതിയ ബുക്കൊന്നും വായിക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു, 1000 പേർക്ക് കിട്ടി. ആ 1000 പേര് ഒരേ ബുക്ക് തന്നെയാണ് വായിച്ചേക്കുന്നത്. അപ്പം ആ ബുക്ക് തന്നെ നിങ്ങളും വായിക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെ ആ ബുക്ക് വായിച്ചിട്ട് എക്സാമിന് എന്ത് ചോദിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുക. അതായത് ഒരു മെയിൻസിന്റെ ചോദ്യം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിനെങ്ങനെ ടൈം മാനേജ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, എങ്ങനെ നല്ലൊരു പ്രസന്റേഷൻ സ്കില്ലോട് കൂടിയിട്ട് അത് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റണം, പ്രിലിംസിന്റെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും, എല്ലാ സബ്ജക്റ്റും പഠിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഡെയിലി 7 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അത് കണ്ടിന്യൂസ്ലി 2 വർഷത്തോളം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇരിക്കണം. ഇത് ഞാൻ ആദ്യമേ പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ ഇത് കേറുള്ളൂ. മനസ്സിലായോ? ഒരു 7 മണിക്കൂർ എന്നും പഠിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും ഈ പരീക്ഷ ക്ലിയർ ചെയ്യും. നിങ്ങൾ എന്താണ് ഇതിന് മുന്നെന്നുള്ളത് പ്രസക്തിയില്ല. നിങ്ങൾ IIT പഠിച്ചതാണോ, IME പഠിച്ചതാണോ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ നിന്ന് പഠിച്ചതാണോ എന്നുള്ളതല്ല. എവിടെ പഠിച്ചാണെങ്കിലും 7 മണിക്കൂർ ഡെയിലി പഠിച്ചിട്ട് നിങ്ങൾ കയറില്ല. എന്നും ഡെയിലി 7 മണിക്കൂർ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള്, സ്റ്റാൻഡേർഡ് ബുക്ക് കൃത്യമായിട്ട് വായിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് പഞ്ച്വലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എന്തായാലും കയറും. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ പേഴ്സണാലിറ്റി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. UPSCയിൽ കയറേണ്ട ഒരാളുണ്ട്, കുറച്ച് ക്യാരക്ടർ ഉള്ള ഒരാളുണ്ട്, ഡിസിപ്ലിൻ ഉള്ള, ടൈം മാനേജ് ചെയ്യുന്ന, നോ പറയേണ്ടടുത്ത് നോ പറയുന്ന, പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളുണ്ട്. എന്നും രാവിലെ 6-7 മണിയാകുമ്പോൾ റീഡിംഗ് റൂമിലെത്തും, എന്നും രാത്രി 10 മണിക്ക് ഉറങ്ങും. ഇതിന്റെ ഇടയിൽ ഒരു 7 hours മിനിമം പഠിക്കും. ഇങ്ങനെയുള്ള ഒരാൾ ഇത് കയറും. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് അത് സമയം എടുക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു കൃത്യമായ ഒരു ധാരണ മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. മനസ്സിലാവും, പതിയെ മനസ്സിലാവും. പ്രിപ്പറേഷനോട്ട് കയറുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. തീരുമാനം എടുക്കുക. ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണെന്നുള്ള തീരുമാനം എടുക്കുക. വേറെ ഒന്നിനെ പറ്റിയിട്ട് ആലോചിക്കണ്ട. ഈ പ്രാവശ്യം ഇപ്പൊ റിസൾട്ട് വന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഫസൽ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ അവനെ കാണുന്ന സമയത്ത് അവന് ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ വന്നൊരു സ്റ്റുഡന്റ് ആണ്. മദ്രസയിലൊക്കെയാണ് പഠിച്ചേക്കുന്നത്. അവന്റെ ഡിഗ്രി തല വിദ്യാഭ്യാസമൊക്കെ ഒരു മദ്രസ വിദ്യാഭ്യാസമാണ്. വീട്ടിലൊക്കെ വളരെ അൺപ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അവന്റെ ഫാമിലിയിലുള്ള ആകെ ഒരു ഗ്രാജുവേറ്റ് അവനാണ്. അപ്പൊ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവൻ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ കണ്ടിന്യൂസ്ലി ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന സമയത്ത് എന്റെ പേരൊക്കെ അടക്കം റിപ്പോർട്ടർ ചാനലൊക്കെ പറഞ്ഞിരുന്നു, ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എന്നൊക്കെ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്നെ പൊക്കടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരീക്ഷയ്ക്ക് വേണ്ട ഒരു ഡിസിപ്ലിനും പഞ്ച്വാലിറ്റി ഒക്കെ അവന് ഉള്ളത് കൊണ്ടാണ് അവൻ കയറിയത്. അതാ വേണ്ടത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു കില്ലർ ആറ്റിറ്റ്യൂഡ്, കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ്, അത് വേണം. അതുള്ള ഏതൊരാളും ഇത് ക്രാക്ക് ചെയ്യും. അതാ നിങ്ങൾക്ക് വേണ്ടത്. അതേ വേണ്ടുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. ബാക്കി നിങ്ങൾ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇരിക്കുക, പഠിക്കുക. അത് ചെയ്താൽ കയറും. ഞാൻ അത് ചെയ്യാത്ത ആളായതുകൊണ്ടാണ് ഞാൻ കയറാത്തത്. പറയുമ്പോൾ അതും പറഞ്ഞു, 2 പ്രാവശ്യം വളരെ ക്ലോസ് ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന ഡിസിപ്ലിനും പഞ്ച്വാലിറ്റിക്കൊക്കെ എനിക്ക് പ്രയാസങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ കയറാത്തത്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഐ എം നോട്ട് കട്ട് ഔട്ട് ഫോർ ഇറ്റ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ നെഗറ്റീവ് അടിപ്പിക്കുന്നതല്ല, ഞാൻ എന്റെ പരിമിതികൾ പറഞ്ഞതാ. ആ പരിമിതി ഇല്ലാത്ത ഏതൊരാൾക്കും ഈ പരീക്ഷ കയറാം. അതല്ലാതെ നിങ്ങൾ എത്ര പഠിച്ചു, എത്ര ബുദ്ധിയുള്ള ഒരാളാണെങ്കിലും ഈ പരീക്ഷ കയറൂല്ല. അപ്പൊ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാർഡ് വർക്ക്. പിന്നെ ആ ഒരു വ്യക്തിത്വം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആദ്യം പഠിക്കാൻ തീരുമാനിക്കുക. പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ പുറകിലിരുന്ന് നടന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഹാർഡായിട്ടുള്ള ഒരു പരീക്ഷയാണ്. അത് കിട്ടുമ്പോൾ കിട്ടാൻ പോകുന്ന ഗുണങ്ങളും അത്ര അടിപൊളിയാണ്. അപ്പൊ അത് വെറുതെ കൊണ്ടുവന്നാലും തരില്ലല്ലോ വീട്ടില്, അല്ലെ? ഒരു ചായക്കട തുടങ്ങാനൊക്കെ എളുപ്പമല്ലേ മക്കളെ? അതുപോലെയല്ലല്ലോ സിവിൽ സർവീസ് എക്സാം. ഞാൻ ചായക്കടനെ മോശമാക്കി പറയുന്നതല്ല കേട്ടോ, ഇതിന്റെ കഷ്ടപ്പാട് പറഞ്ഞതാ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അതിന് വേണ്ട ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകാന്നുള്ളതാണ്. അതുണ്ടാവുന്ന ഏതൊരാളും ഈ എക്സാം ക്ലിയർ ചെയ്യും.
മോട്ടിവേഷൻ ഒന്നും വലിയ വശമില്ല, ചോദിച്ചതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് ഏറെക്കുറെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? സാർ എത്ര പ്രാവശ്യം അറ്റൻഡ് ചെയ്തു? ഹൗ ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ അറ്റൻഡ് 12 ടൈംസ് ആൻഡ് ഫെയിൽഡ് ഇൻ റീസെന്റ് ഡെയിലി ന്യൂസ്? ഞാൻ 5 അറ്റംപ്റ്റ് കൊടുത്തു, എനിക്ക് അറ്റംപ്റ്റ് 3 ബാക്കിയുണ്ട്. വളരെ ക്ലോസ് ആയിരുന്നു. 2 അറ്റംപ്റ്റില്, ഏറ്റവും അവസാനത്തെ 2 അറ്റംപ്റ്റിലും ഇന്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു. 5 മാർക്ക് 6 മാർക്കിനൊക്കെയാണ് മിസ്സായത്. ഇത് കിട്ടാത്ത ഏതൊരാൾക്കും എന്തെങ്കിലും പരിമിതികളുണ്ട്. നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് കുറവുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതായിരിക്കും, ചിലപ്പോൾ നമ്മൾ ചില സബ്ജക്ട്സിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയായിരിക്കാം, അതൊക്കെ കൊണ്ടായിരിക്കാം അത് കിട്ടാതിരിക്കുന്നത്. പിന്നെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടോ? ലോകത്തിലെ എല്ലാ സാധനങ്ങൾക്കും ലക്ക് ഫാക്ടർ ഇല്ലേ? ലോകത്തിൽ എന്തോരം ആളുകൾ വണ്ടി ഇടിച്ച് മരിക്കുന്നു, കുറെ ആളുകൾ മരിക്കും, കുറെ ആളുകൾ മരിക്കില്ല. അപ്പം ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നമ്മളിപ്പം എഴുതിയ പേപ്പർ നോക്കി അന്ന് നമ്മുടെ ഇവാലുവേറ്റർ രാവിലെ ഭാര്യയായിട്ട് വഴക്കിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാർക്ക് കുറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റാങ്ക് മിസ്സാകാം. ഇപ്പൊ എന്റെ ഏറ്റവും അവസാനത്തെ ഇന്റർവ്യൂവിന് എനിക്ക് 143 മാർക്ക് കിട്ടിയത്. 143 മാർക്ക് കിട്ടിയുള്ളൂ, എന്നിട്ട് എനിക്ക് 5 മാർക്കിന് 6 മാർക്കിനാണ് മിസ്സായത്. അപ്പം ഭാഗ്യത്തിന്റെ പ്രശ്നങ്ങൾ വരാം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിപ്പറേഷനിൽ ദർ ഇസ് എ സ്റ്റേജ് വേർ UPSC കണ്ട് ആക്ച്വലി എലിമിനേറ്റസ്. നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ട് നമ്മൾ വളരുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആകുക. ഇപ്പം 12 വർഷം പ്രിപ്പയർ ചെയ്തു, 5 ഇന്റർവ്യൂ കൊടുത്ത ഒരാൾക്ക് അയാൾക്ക് എന്തോ ഒരു കുറവുള്ളത് കൊണ്ട് അയാൾ കയറാനത് കേട്ടോ, ഉറപ്പാത്. അത് പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പുള്ളി പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയതാന്നുള്ളതാണ്. ബട്ട് ദർ വിൽ ബി ആൻ ഇൻഹറന്റ് ഇഷ്യൂ വിത്ത് ഹിസ് പ്രിപ്പറേഷൻ. അത് ഉറപ്പാണ്, ആ കാര്യം ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് പച്ചനെ പറഞ്ഞില്ലേ. എനിക്ക് എന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് 24/7 365 ഡേയ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് എനിക്ക് അതിന് പറ്റുന്നില്ല. അപ്പം പല സമയത്തും ആ ഒരു നോളജ് ഉണ്ടാക്കാനായിട്ട് പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. എക്സാമിനെ പറ്റി ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ ചില കുറവുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്തെങ്കിലും കുറവുകൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ എന്നെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകൾ കയറാതിരിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. കുറെ ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട്, പക്ഷെ അവർ കയറാത്തത് അവരുടെ പ്രിപ്പറേഷനിലെ ചില കാര്യങ്ങളിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ ടൈം മാനേജ്മെന്റ്, ഞാൻ ഒരു ഉദാഹരണം പറയാമേ. ഇപ്പം 7 GS പേപ്പർ ഉണ്ട് കേട്ടോ. ഈ 7 GS പേപ്പറിൽ 20 ക്വസ്റ്റ്യൻ വീതം ഉണ്ട്. ഈ 20 ചോദ്യത്തില് 19 ചോദ്യം നല്ലോണം നമുക്ക് പറ്റുന്ന പോലെ എഴുതി, 20ാമത്തെ ചോദ്യം നമ്മൾ ടൈം കിട്ടാനത് കൊണ്ട് പകുതി എഴുതിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം എല്ലാ പേപ്പറിലും 10 മാർക്കിന്റെ ഒരു ചോദ്യം നമ്മൾ പകുതി എഴുതിയുള്ളൂ. 10 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് മാക്സിമം കിട്ടാവുന്നത് 6 മാർക്കാണ്. 6 മാർക്ക് പകുതി എഴുതി എന്ന് പറയുമ്പോഴേക്കും 3 മാർക്ക് കിട്ടും. 3 മാർക്ക് കിട്ടേണ്ടതാണ്, കിട്ടിയില്ല, 3 മാർക്ക് കിട്ടി, 3 മാർക്ക് പോയി. 7 സബ്ജക്റ്റിൽ നമുക്ക് 3 മാർക്ക് വീതം പോയാൽ 21 മാർക്ക്. ഈ 21 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 പ്രാവശ്യം സർവീസ് കയറിയാനെ. വ്യത്യാസം മനസ്സിലായി? കുഞ്ഞിക്കാര്യങ്ങളാണ് നമ്മുടെ മിസ്. ചിലപ്പം ചെറിയ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ മിസ് ഔട്ട് ആയി പോകുന്നത്, പക്ഷെ നമ്മുടെ ഒരു കുറവ് കൊണ്ടായിരിക്കാം. നമ്മുടെ ഒരു ബാഡ് ലക്ക് കാരണം നമുക്ക് ചിലപ്പോൾ 1-2 അറ്റംപ്റ്റ് മിസ് ചെയ്യാം. പക്ഷെ നമ്മളൊരു 12 അറ്റംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കത് കിട്ടാതിരിക്കുകയാണെങ്കിൽ ദർ മൈറ്റ് ബി സം പ്രോബ്ലം ഇൻ ഹിം. ഞാൻ പുള്ളിനെ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കല്ലേ. ഞാൻ അതിന്റെ ഒരു സത്യാവസ്ഥ അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു ആർട്ടിക്കിൾ കണ്ടിരുന്നു. അപ്പം തിരിച്ചു നമുക്ക് ചോദിക്കാമല്ലോ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറുന്ന എന്തോരം ആളുകളുണ്ട്. അപ്പം ഞാൻ ഫസലിന്റെ കാര്യം തന്നെ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. അതായത് 4 അറ്റംപ്റ്റിലാണ് കയറിയത്. അങ്ങനെ വലിയൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഭയങ്കരമായിട്ട് പറയാനില്ല, അവൻ കയറിയില്ലേ. അപ്പം അതാണ് ഫ്ലെക്സിബിലിറ്റി, ഹാർഡ് വർക്ക്, പഞ്ച്വാലിറ്റി, പഠിക്കേണ്ടത് പോലെ പഠിക്കുക, റൈറ്റ് പിയർ ഗ്രൂപ്പ്, റൈറ്റ് ടീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം. എല്ലാവർക്കും കയറാൻ പറ്റട്ടെ, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് എല്ലാവരും ഇങ്ങനെ പഠിക്കില്ല, എല്ലാവരും ഇങ്ങനെ പഠിക്കല്ലേ, പഠിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കല്. എന്റെ നെഗറ്റീവ് തോട്ടാണ്. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷൻ എവിടെ എത്തും? നമ്മളെല്ലാവരും ഇതേപോലത്തെ ഒരു പ്രിപ്പറേഷൻ കട്ടൗട്ട് അല്ല. എന്നും 7 മണിക്കൂർ 8 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് എളുപ്പമായിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇപ്പൊ വിക്രമാദിത്യ സിനിമയിൽ ദുൽഖർ സൽമാൻ സിവിൽ സർവീസ് കിട്ടുന്ന സീൻ കാണുമ്പോൾ മനസ്സിലാവും. ആക്ച്വലി ഇറ്റ് ടേക്സ് ഓൺലി 5 മിനിറ്റ്സ്, അല്ലെ 5 മിനിറ്റിലാണ് പുള്ളി സർവീസിൽ കയറുന്നത്. നമുക്ക് ഈ ആ ഒരു മൊമെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് 365 അല്ല, ഒരു മിനിമം 2 വർഷം എടുക്കും. ഈ 2 വർഷം നമ്മൾ ഇതിന് പുറകെ നടക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ ഇല്ലേ, അത് വേണമെന്നുള്ളതാണ്. അതുണ്ട് കേട്ടോ, എല്ലാവരുടെ ഉള്ളിൽ അതുണ്ട്. നിങ്ങളത് റീകൂപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇതുവരെ നിങ്ങൾ എന്താണെന്നുള്ളതല്ല, ഇനി നിങ്ങൾ എന്താകും എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കപ്പെടുന്നത്. ഞാനതാ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള എല്ലാവരും ഇത് കയറിയിട്ടുണ്ട്, കയറേണ്ടതാണ്. നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്. എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടാം. പൊളിയായിട്ട് പോട്ടെ.
അപ്പോൾ എന്തായാലും പ്രിപ്പയർ ചെയ്യുക. അതിൽ വലിയ അമാന്തിക്കേണ്ട, ചിന്തിക്കേണ്ട, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാക്കി സെക്കൻഡറി ആണ്. എന്തായാലും അതൊരു നന്മയിലെത്തുള്ളൂ. അപ്പൊ ശരി ഗൈസ്, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം. താങ്ക് യു, ബൈ.